റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫൈൻ. ഓക്കെ. സോ ഗുഡ് ഈവനിങ് എവരിവൺ. നമ്മുടെ ഇന്നത്തെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മളെ ലൈവായിട്ട് എങ്ങനെ പാടാം, ലൈവ് സിംഗിങ് എങ്ങനെയാണ്, സൂമിന്റെ സെറ്റപ്പ് ഒക്കെ എങ്ങനെയാണ്. കാര്യം നമ്മളുടെ പ്രോഗ്രാംസ് എല്ലാം നടത്തുന്നത് സൂം പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഹൗ ടു ഡു ദാറ്റ് ലൈവ് സിംഗിങ്. ഒത്തിരി ആൾക്കാർ ഇപ്പൊ നമ്മുടെ രാഗാഞ്ജലി പ്രോഗ്രാമിന് എല്ലാവർക്കും രാഗാഞ്ജലിയെ കുറിച്ച് അറിയാമല്ലോ. TKMC ഗ്ലോബൽ മ്യൂസിക് ക്ലബിന്റെ റെഗുലർ ആയിട്ടുള്ള സെഷൻ വൈസ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് രാഗാഞ്ജലി. നമ്മൾ ഓരോ സെഷനിൽ ഇയർലി അറ്റ്ലീസ്റ്റ് 3 times നമ്മൾ ഓരോ സെഷൻ നടത്താറുണ്ട്. ഹോസ്റ്റഡ് ബൈ ഈച്ച് ചാപ്റ്റർ. നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിനും കൂടെ കോർഡിനേറ്റ് ചെയ്ത് ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു പർപ്പസ് ആണ് നമ്മുടെ TKMC മ്യൂസിക് ക്ലബിന്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അകത്ത് എല്ലാം സൂം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. കാര്യം ഗ്ലോബൽ പാർട്ടിസിപ്പേഷൻ ആയതുകൊണ്ട് സൂം പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ രാഗാഞ്ജലി സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഒത്തിരി ആൾക്കാർ ഇപ്പം നമ്മൾ ചെയ്യുന്നത് അവർ നേരത്തെ പ്രീ റെക്കോർഡഡ് വേർഷൻ നമുക്ക് അയച്ചു തന്നിട്ട് നമ്മൾ അത് ബീം ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന് പകരം അത് ലൈവായിട്ട് പാടുകയാണെങ്കിൽ അതിന് ഒരു ഇഫക്റ്റ് കൂടുതലായിരിക്കും, പ്രൊവൈഡഡ് നമ്മുടെ നെറ്റ്വർക്ക് എല്ലാം സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞത്. അപ്പൊ ലൈവായിട്ട് എങ്ങനെ പാടാൻ പറ്റും, സൂം ഉപയോഗിച്ചിട്ട് ലൈവായിട്ട് എങ്ങനെ പാടാം, അതിനുള്ള സെറ്റപ്പ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ടെക്നിക്കൽ സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇത് ഇനിഷ്യേറ്റ് ചെയ്തത് രവിശങ്കർ ആണ്. രവിശങ്കർ, താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്. രവിശങ്കർ ഒരു പാഷനേറ്റ് മ്യൂസീഷ്യൻ ആണ്. രവിശങ്കറിന്റെ വൺ ഓഫ് ദ മെയിൻ സ്ട്രീംസ് എന്ന് പറയുന്നത് മ്യൂസിക് ആണ്. ഇപ്പോഴും അദ്ദേഹം US മ്യൂസിക് ഒരു പാഷനായിട്ട് നടത്തി. ഇപ്പം അറൌണ്ട് ഇന്ത്യ ഒരു ടൂറൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ രവി, താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് ഇനിഷ്യേറ്റിംഗ് ദിസ് ടെക്നിക്കൽ ട്രെയിനിങ് സെഷൻ. നമ്മുടെ ടെക്നിക്കൽ ട്രെയിനിങ് സെഷൻ നടത്തുന്നത് സുനിൽ നമ്പ്യാരാണ്. ഹീസ് ഫ്രം ബോസ്റ്റൺ. അപ്പം സുനിൽ ഇതിനകത്തൊരു എക്സ്പേർട്ട് ആണ്. സുനിൽ മ്യൂസിക് ശരിക്കും വളരെ പാഷനേറ്റ് ആണ്, നല്ലൊരു സിംഗറാണ്, നല്ലൊരു മ്യൂസിക് ടീച്ചറും കൂടെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഒത്തിരി ആൾക്കാരെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട് US. ഇറ്റ്സ് വെരി ഗുഡ്, വെരി ഗ്രേറ്റ്. അപ്പം സുനിലാണ് ഇന്നത്തെ നമ്മുടെ ടെക്നിക്കൽ സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. സോ വെൽക്കം Sunil to this technical session. Thank you very much. So let's hope this session will be very interesting to all of you. So over to you, Devi, for a few words and then over to Sunil. താങ്ക് യു വെരി മച്ച് ശ്രീകുമാർ. പറഞ്ഞ പോലെ എനിക്ക് മ്യൂസിക് എന്നൊരു വളരെ നല്ലൊരു പാഷനാണ്. കുറച്ചൊക്കെ പാടുകയും ചെയ്യും. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ നല്ലൊരു കൂട്ടായ്മയാണ് ശ്രീകുമാറിന് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ TKMC ഗ്ലോബൽ മ്യൂസിക് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വണ്ടർഫുൾ ഗ്രൂപ്പ്. നമ്മൾ പലപ്പോഴും അല്ലെ, നമ്മൾ ആ ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ പല ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്, നമ്മൾ സംസാരിക്കാറുണ്ട്. വെരി ഗുഡ്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ചിതറിക്കിടക്കാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളായിട്ട്. ദിസ് ഇസ് ദ പ്ലാറ്റ്ഫോം ബൈ വിച്ച് വി ക്യാൻ കം ടുഗദർ. അപ്പം നമ്മളെ ഈ എക്സ്പീരിയൻസ് ഈ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് അയക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ന്യൂനതകളുണ്ട്. ഓക്കെ, യു ക്യാൻ ഇംപ്രൂവ് ദ ക്വാളിറ്റി. പക്ഷേ ആൾക്കാരില്ലാത്തപ്പോൾ ദാറ്റ് ഇസ് സംതിങ് ഡിഫറെന്റ്. നമ്മൾ ലൈവായിട്ട് വന്നു ഇതുപോലെ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് സംതിങ് ഡിഫറെന്റ്. അപ്പം ഈ ഒരു എക്സ്പീരിയൻസ് സൂം ആണ് നമുക്ക് പറ്റിയ പ്ലാറ്റ്ഫോം. അപ്പം സൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിനായിട്ട് ഒരു കോൺഫറൻസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ്. ബട്ട് വി ക്യാൻ ഓപ്റ്റിമൈസ് ദാറ്റ് ഫോർ മ്യൂസിക്. അതാണ് നമ്മുടെ സുനിൽ നമ്പ്യാർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സുനിൽ നമ്പ്യാരുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ വളരെ ഡിഫറൻസ്. സോ ദർ ആർ സംതിങ് റിക്വയർഡ്, സം ഹാർഡ്വെയർ ആസ് വെൽ ആസ് സെറ്റപ്പ്. സോ ദാറ്റ്സ് വാട്ട് സുനിൽ ഈസ് ഗോയിങ് ടു എക്സ്പ്ലെയിൻ. സോ സുനിൽ, ദ സ്റ്റേജ് ഈസ് യുവേഴ്സ്. താങ്ക് യു. Very good. Yeah, thank you so much for this opportunity. ശരിക്കും ഇതൊരു എന്താ പറയുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാരണം നമ്മൾ ഈ സൂമിൽ ആക്ച്വലി വൺ വേ ജസ്റ്റ് ടു റീവൈൻഡ് എ ലിറ്റിൽ ബിറ്റ്, നമ്മൾ ഈ കോവിഡ് സമയത്താണ് ഒരുപാട് ഈ ഓൺലൈൻ കൊളാബറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, റൈറ്റ്? അപ്പോൾ ദാറ്റ് ഹാസ് ബീൻ എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ഫോർ ലോട്ട് ഓഫ് മ്യൂസിഷ്യൻസ് like me and a lot of us over here to get to know the music fraternity across the globe. നമ്മുടെ TKMന്റെ ഗ്രൂപ്പിൻ്റെ തന്നെ ഒരുപാട് പേരെ പരിചയപ്പെടാനും ഇത്ര അധികം ടാലൻറ്റഡ് ആൾക്കാരെ അറിയാനും ഒക്കെ ഇറ്റ് വാസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. ആസ് എ മ്യൂസീഷ്യൻ ഐ റിയലി ഫീൽ ദാറ്റ്. അല്ലെങ്കിൽ നമ്മൾ വി ആർ ജസ്റ്റ് സ്റ്റക്ക് ടു അവർ ലോക്കൽ കമ്മ്യൂണിറ്റി ഇൻ പേഴ്സൺ ഇതൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് like the importance of online platforms to share
music and to perform together, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് റിയലൈസ് ചെയ്ത് തുടങ്ങിയത്, അതിൻ്റെ ഒരു ഡെഫിഷ്യൻസി നമുക്ക് അറിഞ്ഞു തുടങ്ങിയത്. അപ്പോഴാണ് സ്മ്യൂൾ വാസ് വെരി പോപ്പുലർ. അപ്പോൾ ഒരുപാട് സ്മ്യൂൾ കൊളാബറേഷൻസ്, സ്മ്യൂൾ സ്റ്റാർട്ടഡ് ആഡിങ് മോർ വിജറ്റ്സ് ടു help people collaborate and perform, do live jam sessions. അപ്പോൾ അതൊരു ഇത് എൻഹാൻസ് ചെയ്തു. Zoom also kind of added Zoom for musicians എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആഡ് ചെയ്തു. So all these apps are also kind of taking advantage of this. ഇപ്പോൾ Zoomൻ്റെ actually one of the latest plugin they added is for live performance. അത് ഇപ്പോൾ it's still in beta version. അത് ട്രൈ ചെയ്തിട്ടില്ല. But once that becomes popular, once that's fully tested, I think it will be more blessings for musicians to perform from together from different locations. ഇപ്പോൾ അതൊരു still it's a challenge. അതായത് ഇപ്പോൾ ഒരു സിംഗർ ഇവിടാണ്, സിംഗർ is in one location, keyboard is in a different location, മൃദംഗം and തബല is in different location. അങ്ങനെ ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്യാൻ ഇപ്പോഴും ഒരു ചാലഞ്ച് ആണ്. But just imagine how much the musicians can come together and perform, do live jams when when these settings are enabled. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ like as musicians നമുക്ക് it's very important for us to take advantage of these settings. അപ്പോൾ when I work with my friends who are performers, അപ്പോൾ I realize sometimes അവരുടെ ആ ഒരു quality of their singing is not fully justified just because of either a poor internet setting or lack of an equipment that is a very small investment that can really bring out their real music, the music in them. അപ്പോൾ അതൊരു വലിയ ഡ്രോബാക്കാണ്. സോ ഇഫ് നമ്മുടെ ആ ഒറിജിനൽ മ്യൂസിക് നമുക്കത് പുറത്ത് കൊണ്ടുവരാൻ പറ്റാത്തത്, if that is just a few steps away, why not take advantage of that? അപ്പോൾ അങ്ങനെയാണ് I also started investing in these equipments and trying to learn in the kind of settings. It can go anywhere, like ഒരു bare minimum settings to a very hi-fi settings. എൻ്റെ ഉള്ള settings hi-fi ആണെന്ന് ഞാൻ പറയില്ല, but it has proven to be a good replication of the expected music that you want to see come out. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് എൻ്റെ കയ്യിലുണ്ട്. And I've been using that in several platforms, and I have been leveraging that. ഇപ്പോൾ എൻ്റെ ശ്രീകുമാർ പറഞ്ഞ പോലെ ഐ എം ഡൂയിങ് ഓൺലൈൻ മ്യൂസിക് ക്ലാസ്സസ് ആസ് വെൽ. അപ്പോൾ അതും ഈ സൂം വഴിയാണ് ചെയ്യുന്നത്. And because of all the settings, that also has become a great advantage. Living in the comfort of your own home, you can actually impart music, share music, listen to music. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ആണ്. സോ ഡെഫിനറ്റ്ലി I really appreciate and thank Ravi and Srikumar for taking this initiative to have this session. But it's an absolute honor to share a few of my tips that has worked for me, and I really encourage every musician, ഏത് level ആയാലും, even if you're a beginner or intermediate or even a professional performer, don't let the technical limitations take away the real music in you. അപ്പോൾ അതൊരു ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ് ആണ്. സോ ഐ എം സോ ഹാപ്പി ടു കോൺട്രിബ്യൂട്ട് ടു ദാറ്റ്. So the way I'm planning to structure this session, ഒരുപാട് elaborate ആയിട്ടൊന്നും I don't intend to go, but unless there are any questions I can definitely go into it. The way I'm trying to do is I'll probably show like 3 or 4 different ways how a performer can share their music via Zoom. Okay, so first I'll start off with the setup that I already have, and then so this is my best setup. Okay, so I'll start with that, and then I will show you what all equipments are involved, and what the connection looks like, and then I'll go into a little bit more downgraded option,
then I'll go to further more downgraded option and I'll show you what all it entails. Appo idile I will actually sing few lines of a song, so you can see the difference, how it is. Cheladakku Zoom settings aanu. So one of the primary thing that we want to ensure is, because we're using Zoom, first thing is we have to make sure that we have Zoom on a laptop. Okay, so Zoom on a phone or an iPad will not do justice. Listening mode lo nalleyanu, പക്ഷേ even if you're talking, that's great. പക്ഷേ Zoom on an iPad or a tablet or any other device other than a laptop or a desktop is not doing justice. So that is number one tip. The second tip is, even on a laptop, we have to use the Zoom app. So don't use the Zoom on a browser. So browser level Zoom settings also will not do justice. So we have to use the Zoom app. അപ്പോൾ some people say, okay, എനിക്ക് Zoom app ഉണ്ട്, പക്ഷേ the audio clear ആയിട്ട് വരുന്നില്ല. That's when we have to ensure that we have the latest version of the Zoom app. അപ്പോൾ before any performance, it's the best. It's always safe to go to the app updates and make sure that you have the latest Zoom app. So once we have the latest Zoom app, that's very important. Okay. So now Zoom app കഴിഞ്ഞിട്ട് next is the Zoom settings. So Zoom in the audio settings is very important. So audio settings, what I'll do is, I have logged in with another user on the same app. I'm going to turn on the video and show you the Zoom settings on because I can't share screen on my same Zoom. Okay, so I'm going to go I'm going to share screen on this. So what I'll do is, ഞാൻ a document ഞാൻ share ചെയ്യാം. I'll probably share the document after the call. So basically, audio settings, audio profile എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. Audio profile, there are some settings that says Zoom background noise removal, personalized audio isolation, original sound for musicians. So one, and then the new one is the beta. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ beta version live performing audio എന്ന് പറഞ്ഞിട്ട് അത് that's also an option. Okay, എൻ്റെ സ്ക്രീൻ കാണാമോ? കാണാം. ഓക്കെ, എന്താണ് കാണാൻ പറ്റുന്നത്? സെറ്റിംഗ്സ് സ്ക്രീൻ കാണാമോ? സെറ്റിംഗ്സ് വിത്ത് ഓഡിയോ സെറ്റിംഗ്സ് അതാണ് കാണുന്നത്. സെറ്റിംഗ്സ് ഇപ്പോൾ ഓഡിയോ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് കാണുന്നത്. യെസ്. ഓക്കെ, ഗ്രേറ്റ്. യാ, സോ ഇതിപ്പോൾ ഞാൻ എൻ്റെ സൂമിൻ്റെ ഒരു സെറ്റിംഗ്സ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കുവാണ്. സോ ഐ കാൺട്ട് ടോഗിൾ ഇറ്റ് റൈറ്റ് നൗ. സോ ബേസിക്കലി ഇതിൽ ഈ ഒറിജിനൽ സൗണ്ട് ഫോർ മ്യൂസീഷ്യൻസ് എന്ന് പറഞ്ഞുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് സെറ്റിംഗ് ആണ്. സോ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് സെറ്റിംഗ് ഇസ് ടേൺ ഓൺ ചെയ്തിട്ട് ഹൈ ഫിഡിലിറ്റി മ്യൂസിക് മോഡ്, എക്കോ ക്യാൻസലേഷൻ, സ്റ്റീരിയോ ഓഡിയോ, ഇത് മൂന്നും ഹാസ് ടു ബി ടേൺഡ് ഓൺ. So that is the basic setting that we should have enabled for ensuring that ഈ ഒരു കണ്ടിന്യൂസ് മ്യൂസിക്, നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു കണ്ടിന്യൂസ് മ്യൂസിക് ൻ്റെ പ്രശ്നം വരുന്നില്ല. പക്ഷേ വെൻ വി ആർ സിംഗിങ്, ഈ കണ്ടിന്യൂസ് മ്യൂസിക്കിനെ Zoom might think that is a noise. അപ്പോൾ അങ്ങനത്തെ നോയ്സ് വരുമ്പോൾ ഇറ്റ് വിൽ ട്രൈ ടു സപ്രസ് ദാറ്റ് ജസ്റ്റ് ബിക്കോസ് ഇറ്റ് വാണ്ട്സ് ടു ഫോക്കസ് ഓൺ വോക്കൽസ്. അപ്പോൾ സ്പീച്ചിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പോൾ ജസ്റ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് വി ലെറ്റ് Zoom know that നമ്മുടെ മ്യൂസിക് ഇസ് ആക്ച്വലി an intended sound that has to be absorbed and consumed by Zoom. അതിനെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ടാണ് ഈ എക്കോ ക്യാൻസലേഷൻ, സ്റ്റീരിയോ ഓഡിയോ ആൻഡ് ഹൈ ഫിഡിലിറ്റി മ്യൂസിക് മോഡ് എനേബിൾ ചെയ്യുന്നത്. സോ that's the only way Zoom would know that, okay, there is some continuous music that is going to stream through. അപ്പോൾ that is very important. So ഈ ഒരു സെറ്റിംഗ് മാത്രമേ ഉള്ളൂ ഇതിൽ നമ്മൾ എനേബിൾ ചെയ്യേണ്ടത്. Then, so let me stop my screen share. So once we do that, the next thing that I'll take a screenshot and show. Okay, so this is another screenshot. This is also very important. So
വൺസ് വി ടേൺ ഓൺ ദാറ്റ് ഒറിജിനൽ സൗണ്ട് ഫോർ മ്യൂസിഷ്യൻസ് എന്ന് പറഞ്ഞുള്ള സെറ്റിങ്സ്, ഓഡിയോ സെറ്റിങ്സ് നമ്മൾ ടേൺ ഓൺ ചെയ്തതിന് ശേഷം നമ്മുടെ സൂം സ്ക്രീനിൽ ടോപ്പ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വി വിൽ സീ ദിസ് ഒറിജിനൽ സൗണ്ട് ഫോർ മ്യൂസിഷ്യൻസ് എന്ന് പറഞ്ഞിട്ട്. അത് ഇറ്റ് ഹാസ് ടു ബി ഓൺ. സോ ബൈ ഡീഫോൾട്ട് അത് ഓഫ് ആയിരിക്കും. ആൻഡ് അപ്പോൾ അത് ഓൺ ആയെങ്കിലേ നമുക്ക് ഇങ്ങനത്തെ ഉള്ളൊരു ഒരു കണ്ടിന്യൂസ് സൗണ്ട് കിട്ടും. സോ നമ്മളകത്ത് ഓഡിയോ സെറ്റിങ്സിൽ പോയി എല്ലാം ഒറിജിനൽ മ്യൂസിക് എനേബിൾ ചെയ്താലും ഇവിടെ ദർ ഇസ് എൻ ഓപ്ഷൻ ടു ടോഗിൾ ഇറ്റ് ഓൺ ആൻഡ് ഓഫ്. സോ ബൈ ഡീഫോൾട്ട് ഇറ്റ് ഈസ് ഓഫ്. സോ നമ്മളതിനെ ഓൺ ചെയ്യണം. അപ്പോൾ ഓൺ ചെയ്തെങ്കിലേ നമുക്കത് വരൂ. സോ ഐ വിൽ ഷോ യു ഹൗ ദ സൗണ്ട് വിൽ ചേഞ്ച് ജസ്റ്റ് ബൈ ടേണിംഗ് ദിസ് ഓൺ ആൻഡ് ഓഫ്. ഓക്കെ, സോ ഇതാണ് ബേസിക് സെറ്റിംഗ് ഇൻ സൂം. അപ്പോൾ ഇത് വെച്ചിട്ട് ഐ ക്വിക്ക്ലി സിങ് കപ്പിൾ ഓഫ് ലൈൻസ് വിത്ത് ദ സെറ്റിംഗ് ഓൺ. ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. അതിപ്പോ ഒറിജിനൽ സൗണ്ട് ഫോർ മ്യൂസീഷ്യൻസ് ഇല്ലേ, അതെങ്ങനെ ഓൺ ചെയ്ത്, എവിടുന്നാ ഓൺ ചെയ്ത്? അത് ഫോർ ഇറ്റ് ടു ഷോ ഓൺ ദ സ്ക്രീൻ നമ്മൾ ഓഡിയോ സെറ്റിംഗ്സിൽ പോയിട്ട് അവിടെ എനേബിൾ ചെയ്താലേ സ്ക്രീൻ കാണിക്കൂ. വൺസ് ഇറ്റ്സ് ഓൺ ദ സ്ക്രീൻ വി ഹാവ് ടു ക്ലിക്ക് ഓൺ ഇറ്റ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ഓഫ്, ഇറ്റ്സ് കൈൻഡ് ഓഫ് ടോഗിൾ സെറ്റിംഗ് ആണ്. ജസ്റ്റ് വൺ ക്ലിക്ക് ഓൺ, വൺ ക്ലിക്ക് ഓഫ്. അതെ, വിൻഡോസിൽ അത് പറ്റും. ഈ ആപ്പിളിന്റെ iOS അത് ഉണ്ടോ അങ്ങനെ ഒരു ഓപ്ഷൻ? ഞാനത് കണ്ടിട്ടില്ല, ഒരുപാട് നോക്കിയിട്ടേ. ആപ്പിളിലുണ്ടോ അത്? ലാപ്ടോപ്പിലാണേ കാണും. ഉണ്ടല്ലേ? ഞാനിപ്പോ മാക് ആണ് യൂസ് ചെയ്യുന്നത്. ഓ ശരി. ഞാന് ഈ ഫോണിൽ ഒത്തിരി നോക്കിയിട്ട് കണ്ടിട്ടില്ല, അതാണ് ചോദിച്ചത്. ഇല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഫോൺ, ഐപാഡ്, ടാബ്ലറ്റ്, ബ്രൗസർ, ഇതിലൊന്നും ഈ ഒരു സെറ്റിംഗ്സ് ഇല്ല. അതുകൊണ്ടാണ് സൂം നമ്മൾ പെർഫോം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ വി ഹാവ് ടു യൂസ് ദ ആപ്പ് ഓൺ ദ ലാപ്ടോപ്പ് ഓർ ഡെസ്ക്ടോപ്പ്. Even not on the mobile. App on the mobile അത്രയും ഇല്ല. മൊബൈലിൽ റിവ്യൂസ് സേ ദാറ്റ് മൊബൈൽ വിൽ ബി സ്മാർട്ട് ഇനഫ് ടു അഡ്ജസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഐ ഡോണ്ട് നോ വെദർ ദാറ്റ് ഇസ് ഡിപ്പെൻഡൻറ്റ് ഓൺ മൊബൈലിൻ്റെ സോഫ്റ്റ്വെയർ, അതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഉണ്ടോ. അപ്പോൾ അതൊക്കെ ഇറ്റ്സ് ലോട്ട് ഓഫ് വേരിയബിൾസ്. അപ്പോൾ നമുക്ക് ആ ഒരു വേരിയബിളിൽ നിന്ന് മാറിയിരിക്കുന്ന ലൈക്ക് വി ഷുഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദാറ്റ്. സോ നമുക്കൊരു പെർഫോമൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു ബി പ്രിപ്പയർഡ് ഫോർ എ പെർഫോമൻസ്, റൈറ്റ്? നമ്മളെ പെട്ടെന്ന് രാത്രി ഒരാൾ ഉണർത്തിയിട്ട് പാട്ട് പാടാനല്ലല്ലോ പറയുന്നത്. അപ്പോൾ നമ്മളൊരു പെർഫോമൻസ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ജസ്റ്റ് ലെറ്റ്സ് മേക്ക് ഷുവർ ദാറ്റ് വി ഹാവ് എ ലാപ്ടോപ്പ്, ഒരു നല്ലൊരു ആംബിയൻസ് ആണ്. ലെറ്റ്സ് മേക്ക് എവറിത്തിങ് ഇൻ്റർനെറ്റ് കണക്ഷൻ അതൊക്കെ മോഡമൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത്, റൈറ്റ്, സോ ദാറ്റ് വി ഡോണ്ട് ഹാവ് എനി ഡിലേസ് ബിക്കോസ് ഓഫ് നെറ്റ്വർക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രിപ്പയർഡ്നെസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പെട്ടെന്ന് നമ്മൾ എടുപിടി എന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയ്യോ ഇതെടുത്തില്ല, അതെടുത്തില്ല, കേബിൾ എടുത്തില്ല, അങ്ങനത്തെ ഉള്ളൊരു കൺഫ്യൂഷൻ വരും. സോ ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ പെർഫോമൻസ് ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ലെറ്റ്സ് ടേക്ക് ഒരു 10 minutes എടുത്തിട്ട് ലാപ്ടോപ്പിൽ പോയിട്ട് ഈ പറഞ്ഞ പോലെ സിസ്റ്റം അപ്ഡേറ്റ്, സൂം സോഫ്റ്റ്വെയർ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണോ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ലെറ്റ്സ് അതൊന്ന് പ്രിപ്പയർ ചെയ്തിരിക്കണം. ഓക്കെ, ഓൾറൈറ്റ്. സോ ഒരു ഐ ജസ്റ്റ് play a song. I'll go through the setup once I show this. പഴന്തമി പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി, മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി, സരസസുന്ദരീ മണി നീ അലസമായി ഉറങ്ങിയോ, കനവിൽ ഒരാത്മരാഗം മിഴികളിൽ പൊഴിഞ്ഞു, വിരളിൽ വഴുതിയോ വിരസമായൊരാദിതാളം, പഴന്തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി.
So I hope it's streamed well, right? എന്തായാലും what do you think? Streaming wise, എൻ്റെ പാട്ട് അവിടെ ഇരിക്കട്ടെ, രാവിലെ 10 മണിക്കൊക്കെ പാടുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടുള്ള പ്രശ്നമാണ്. പക്ഷേ ഹൗ ഡിഡ് ഇറ്റ് സ്ട്രീം? ടെൽ മീ, what do you feel? നന്നായി, ഒരു കുഴപ്പമൊന്നുമില്ല, നന്നായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഫീലിംഗ്. ഓക്കെ, ബഫറിംഗ് ഒന്നും ഇല്ലായിരുന്നു, നല്ല കണ്ടിന്യൂസ് ആയിരുന്നു. ഓക്കെ. സോ സെയിം തിങ് യു വിൽ റിയലൈസ്. ഞാനിപ്പോൾ ഈ ഒറിജിനൽ സൗണ്ട് ഫോർ മ്യൂസിക് ഒന്ന് ഓഫ് ചെയ്തിട്ട് ദ മൊമെന്റ് ഐ ഓഫ്, എൻ്റെ സംസാരം തന്നെ യു വിൽ ഫീൽ ദ ഡിഫറൻസ്. ഐ ജസ്റ്റ് ടേൺഡ് ഇറ്റ് ഓഫ്. എനിക്ക് ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യില്ല. സോ ആസ് എ പെർഫോമർ വി മൈറ്റ് നോട്ട് റിയലൈസ് ഈ സെറ്റിംഗ് ഓഫ് ആണോ ഓൺ ആണോ എന്ന്. ആൻഡ് ദിസ് സെറ്റിംഗ് ഇസ് വെരി ഡെലിക്കേറ്റ്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മുടെ ലാപ്ടോപ്പിൽ ഇഫ് വി അൺപ്ലഗ് ആൻഡ് പ്ലഗ് സംതിങ് ബാക്ക് അഗെയിൻ, ഓർ വി come out of Zoom and then again rejoin Zoom, this setting does not persist. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഞാൻ ഓൺ ചെയ്തായിരുന്നല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു ലൈൻ പാടാൻ പോകുന്നതിന് മുമ്പ് പോലും ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ്. ഇപ്പോൾ ഇത് ഓഫാണ്. ഐ ഡോണ്ട് നോ ഇഫ് യു ഹാവ് ഓൾറെഡി റിയലൈസ്ഡ് ഹൗ മൈ സൗണ്ട് ഹസ് ചേഞ്ച്ഡ്. അപ്പോൾ ഇതിൽ ലെറ്റ് മീ പ്ലേ ദ ഇന്റർലൂഡ്. So, ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? Didn't you feel that there is some break in the voice, break in the music? ഒന്നും കേട്ടില്ല. ഒന്നും കേട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ. കേട്ടിട്ടില്ല. സോ അതാണ് കാരണം Zoom has actually thought that is an echo, that is a noise. ഇപ്പോൾ നമ്മൾ പാട്ട് പാടുവാണെങ്കിൽ പോലും പഴന്താമി പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി, ഇതിലെന്തെങ്കിലും ബ്രേക്ക് ഉണ്ടായിരുന്നോ? ഇതിപ്പോ കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര കുഴപ്പമില്ല. ഓക്കെ, സോ മേ ബി അത് വി മൈറ്റ് ഹാവ് ജസ്റ്റ് ഗോട്ട് ലക്കി. ഓക്കെ, പക്ഷെ ഇപ്പൊ ഈ ഓഫ് സെറ്റിംഗ് വെച്ചിട്ട് ഇറ്റ് വിൽ, നമുക്കൊരു ലൈവ് പെർഫോമൻസ് ചെയ്യുന്നത് ഭയങ്കര പാടാണ്. ഇത് വി നെവർ നോ. ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ചസ് നമ്മൾ ഇവിടുന്ന് പെർഫോം ചെയ്യുമ്പോൾ നമുക്കറിയില്ല ഇത് എങ്ങനെ, ഇത് ത്രൂപുട്ട് എന്തായിരിക്കും. നമുക്ക് വി മൈറ്റ് നോട്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് റിയലൈസ് ആൻഡ് മേക്ക് ചേഞ്ചസ് ഡൈനാമിക്കലി. നമ്മളിപ്പോൾ ഒരു സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുമ്പോൾ നമുക്ക് മോണിറ്ററിന്റെ ഫീഡ്ബാക്ക് ആണ് നമ്മുടെ ഒരു ഗുരു, റൈറ്റ്? അപ്പോൾ വി സോൾലി റിലൈ ഓൺ ദാറ്റ്. പക്ഷെ ഇവിടെ നമുക്ക് സൂമിൽ ചെയ്യുമ്പോൾ വാട്ട് എവർ ഐ എം ഹിയറിംഗ് ഓൺ മൈ ഹെഡ്സെറ്റ് ഇസ് ജസ്റ്റ് മൈ സിസ്റ്റം ഓവർ ഹിയർ. ദാറ്റ് മൈറ്റ് സേ ഓക്കെ എല്ലാം കറക്റ്റ് ആണ്, എല്ലാം പാസ് ത്രൂ ആവുന്നുണ്ടെന്ന്. പക്ഷെ വാട്ട് കംസ് ഔട്ട് ഓഫ് സൂം സോഫ്റ്റ്വെയർ ദാറ്റ് ഗെറ്റ്സ് ബ്രോഡ്കാസ്റ്റഡ് ആൻഡ് സ്ട്രീംഡ്, അതിൽ നമുക്ക് ഒരു വിസിബിലിറ്റി ഇല്ല. സോ അതിൻ്റെ ഒരു ടിപ്പാണ് ഐ വോണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് വി മേക്ക് എ നോട്ട് ഓഫ് ബിഫോർ എനി. Let me turn the setting back on. Did anybody have a question? സുനിൽ, അതായത് ഇപ്പൊ നമ്മളിപ്പം താങ്കൾ ആ ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്തില്ലേ, നമ്മുടെ കരോക്കെ പ്ലേ ചെയ്തില്ലേ, അത് സൂമിനകത്ത് തന്നെ മെഷീനകത്ത് തന്നെയാണ് പ്ലേ ചെയ്തത്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് പ്ലേ ചെയ്തിട്ട് കേൾപ്പിച്ചത്? എക്സ്റ്റേണൽ ആണ്. ഞാൻ ആ സെറ്റപ്പ് കാണിച്ചു തരാം. ഇല്ല. ഐ തിങ്ക് ദീസ് ആർ ഓൾ ഇമ്പോർട്ടന്റ് തിങ്സ്. സോ ഞാനിപ്പോൾ ഈ സൂമിൻ്റെ സെറ്റിങ്സിനെ കുറിച്ചുള്ളൊരു പോയിന്റ് ആണ്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ബി ലൈക്ക് ഇഫ് നത്തിങ് എൽസ്, ഈ ഒരു സെറ്റിംഗ് വിൽ ഡു 70% ജസ്റ്റിസ് ടു അവർ പെർഫോമൻസ്, റൈറ്റ്? അപ്പോൾ ഈ ഒരു സെറ്റിംഗ് നമ്മൾ ദ 3 ഡിഫറെൻറ്റ് മോഡ്സ് ദാറ്റ് ഐ വിൽ ഷോ യു ഫ്രം എ സെറ്റപ്പ് പെർസ്പെക്റ്റീവ്, ഈ എല്ലാ മോഡിനും ഈ ഒരു സെറ്റിംഗ് ഇസ് ദ കീ. അപ്പോൾ ആ ഒരു സെറ്റിംഗ് നമ്മൾ മിസ് ചെയ്തെങ്കിൽ ഇറ്റ് ഈസ് നമ്മൾ എന്തൊക്കെ ടെക്നിക്കൽ സെറ്റപ്പ് വെച്ചാലും ദർ ഇസ് നോ യൂസ്. അപ്പോൾ ദാറ്റ്സ് വൈ ഐ എം സ്പെൻഡിങ് ഫ്യൂ മിനിറ്റ്സ് മോർ ഓൺ ദിസ് സെറ്റിംഗ്. ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഈ ആ റോഡ് റൗണ്ട് മൈക്രോഫോൺ അല്ലേ ഫ്രണ്ടിലുള്ളത്? അതെ. സോ ആർ വി ഹിയറിംഗ് ത്രൂ ദാറ്റ്? Yes. If your audio input is through roads, right? അതെ. Not through the cable mic. അല്ല. Cable mic is only for feedback, is it right? കേബിൾ മൈക്ക് എനിക്കിപ്പോൾ എൻ്റെ ഫ്രം ദിസ് മൈക്ക് ആൻഡ് ഓഡിയോ ആൻഡ് വാട്ട് എവർ യു ആർ സെയിങ്, ഇതെല്ലാം എനിക്കിപ്പോൾ ഇതിലാണ് കേൾക്കുന്നത്. ഓക്കെ. പക്ഷേ നിങ്ങളുടെ ഔട്ട്പുട്ട് വരുന്നത് നിങ്ങൾ പാടുമ്പോൾ ഈ റോഡ് മൈക്കിൽ നിന്നാണ് അല്ലേ? അതെ. വോക്കൽ വരുന്നത് റോഡ് മൈക്കിൽ നിന്നും, ഓഡിയോ വരുന്നതും
ഓഡിയോ വരുന്നത് എൻ്റെ എക്സ്റ്റേണൽ ഡിവൈസിൽ നിന്നും അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് സൂമിലേക്ക് ഞാൻ ഫീഡ് ചെയ്ത് മിക്സർ ഇതിപ്പോ അവിടെ US മാത്രമുള്ള ഇതാണോ അതൊരു ചൈനീസ് ഐറ്റം വിച്ച് ഈസ് അവൈലബിൾ എനിവേർ? അവൈലബിൾ, കാരണം ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ആണ്. സോ ഞാൻ ഐ വിൽ ഗോ ഓവർ ദാറ്റ്. I'll definitely go over that. Okay. So the point that I was trying to make was നമ്മളൊരു ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ ഓൺലൈനായിട്ട് പറ്റില്ല, ലൈക്ക് വൈൽ വി ആർ പെർഫോമിങ്. സോ അതുകൊണ്ട് വൺ ഓഫ് ദ സേഫസ്റ്റ് തിങ് ദാറ്റ് ആസ് എ പെർഫോമർ വി ഷുഡ് ബി പ്രിപ്പയർഡ് ഇസ് നമ്മുടെ ഈ സെറ്റിങ്സ് എല്ലാം ഒന്ന് സെറ്റപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം we have to do it before the actual performance. ബിഫോർ ദ ആക്ച്വൽ പെർഫോമൻസ് സൂം ഓപ്പൺ ചെയ്യുക, ഈ കണക്ഷനൊക്കെ സെറ്റ് ചെയ്തിട്ട് വാട്ട് എവർ കണക്ഷൻ ദാറ്റ് വി വോണ്ട് ടു ഗോ വിത്ത് അത് സെറ്റപ്പ് ചെയ്തിട്ട് ഈ സൂമിൻ്റെ ഒറിജിനൽ സൗണ്ട് ഫോർ മ്യൂസിഷ്യൻസ് ഓൺ ചെയ്തിട്ട് ലെറ്റ്സ് അസ്യൂം ദാറ്റ് വി ആർ ഇൻ എ ലൈവ് പെർഫോമൻസ് ആൻഡ് ജസ്റ്റ് ക്ലിക്ക് ഓൺ ദ റെക്കോർഡ് ബട്ടൺ. നമ്മൾ മാത്രമേ കാണൂ സൂമിൽ. ആ ഒരു റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പെർഫോമൻസ് ഒന്ന് ഒരു പല്ലവിയോ അനുപല്ലവിയോ എന്തെങ്കിലും ഒന്ന് പാടി ആസ് ഇഫ് വി ആർ ഡൂയിങ് ദ റിയൽ പെർഫോമൻസ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1/4 ഓഫ് ദ സോങ് നമ്മളൊന്ന് പാടി റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് റെക്കോർഡ് ഓൺ യുവർ ലോക്കൽ കമ്പ്യൂട്ടർ. സോ 2 ഓപ്ഷൻ ഉണ്ട്. യു ക്യാൻ റെക്കോർഡ് ഓൺ ദ ക്ലൗഡ് ഓർ യു ക്യാൻ റെക്കോർഡ് ഇൻ യുവർ ലോക്കൽ കമ്പ്യൂട്ടർ. അപ്പോൾ ലോക്കൽ കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്യുക. ക്ലൗഡ് ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും അത് പ്രോസസ്സായി വരാൻ. സോ റെക്കോർഡ് ഓൺ യുവർ ലോക്കൽ കമ്പ്യൂട്ടർ എന്നിട്ട് സൂം സെഷൻ എൻഡ് ചെയ്യുക. ആസ് സൂൺ ആസ് യു എൻഡ് യുവർ സൂം സെഷൻ ഇറ്റ് വിൽ സ്റ്റാർട്ട് പ്രോസസ്സിങ് ദറ്റ് റെക്കോർഡിംഗ് and you will get to view the recording. ആ റെക്കോർഡിംഗ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഒന്ന് വീഡിയോ ആയാലും ഓഡിയോ ആയാലും വീഡിയോ എടുക്കുന്നത് നല്ലതാണ്. കാരണം സോ യു ക്യാൻ ഓൾസോ സീ വെദർ യു ആർ അലൈൻഡ് വെൽ, ബാക്ക്ഗ്രൗണ്ടൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ, മിററിങ് എഫക്റ്റ് വല്ലതും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി യു ക്യാൻ വാച്ച് ദ വീഡിയോ ഓൾസോ. അതിലുള്ള മെയിൻ തിങ് അതിൻ്റെ ഹൗ ദ ഓഡിയോ ട്രാൻസ്മിറ്റഡ്. അപ്പോൾ അത് ആ ഒരു റെക്കോർഡിങ്ങിൽ വളരെ ക്ലിയറായിട്ട് നമുക്ക് അറിയാൻ പറ്റും. എന്തുമാത്രം ചിലപ്പോൾ നമുക്ക് സെറ്റപ്പൊക്കെ കറക്റ്റായിരിക്കും, നമ്മൾ ഈ ഒറിജിനൽ സൗണ്ട് ഓൺ ചെയ്ത് കാണില്ല, അല്ലെങ്കിൽ ഒറിജിനൽ സൗണ്ട് ഓൺ ചെയ്ത് കാണും ഏതെങ്കിലും മൈക്കിൻ്റെ വോള്യൂം. സോ ഇപ്പോൾ ഞാൻ പാടിയപ്പോൾ ഞാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ സെറ്റിങ്സ് മാറ്റിയിരുന്നു. അപ്പോൾ ഇന്നലെ ട്രൈ ചെയ്തായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓഡിയോ വോക്കൽ ആൻഡ് ഓഡിയോ വോള്യൂം ആൻഡ് വോക്കൽ വോള്യൂം ഇത് രണ്ടും ബാലൻസ്ഡ് ആണോ? അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കേൾക്കും, പക്ഷേ എങ്ങനെ അത് റെൻഡർ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഇൻ കേസ് വി ഫീൽ ദാറ്റ് വോക്കൽ ഇസ് വെരി ഡൗൺ, ഓഡിയോ ഇസ് എംപവറിങ്, ട്രാക്ക് വോള്യൂം ഇസ് എംപവറിങ് ആണ് തോന്നുവാണെങ്കിൽ നമുക്ക് നമുക്ക് കറക്റ്റ് ചെയ്യാം. ട്രാക്ക് വോള്യൂം നമുക്ക് കുറയ്ക്കാം, അല്ലെങ്കിൽ വോക്കൽ വോള്യൂം കൂട്ടാം, ഓർ വൈസ് വേഴ്സ. അപ്പോൾ അതൊരു കറക്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ വിച്ച് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ആസ് എ പെർഫോമർ. നമ്മൾ ഈ സൗണ്ട് ചെക്കൊക്കെ ചെയ്യില്ലേ, സൗണ്ട് ചെക്കൊക്കെ ചെയ്ത് അപ്പോൾ അതും കൂടുതൽ ട്രയൽ ആൻഡ് എററാണ്. നമ്മൾ അത് 5 minutes മുമ്പ് നമ്മൾ യൂഷ്വലി നമ്മൾ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സൗണ്ട് ചെക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടെ അതിന് മുമ്പ് നമുക്ക് പ്രിപ്പയർഡ് ആയിട്ട് ഇൻ കേസ് നമ്മുടെ സെറ്റപ്പിന് എന്തെങ്കിലും ഹെവി ഡ്യൂട്ടി ആയിട്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, സോ ആ റെക്കോർഡിംഗ് ചെയ്യുന്ന ആൻഡ് ഇവാലുവേറ്റിംഗ് ദ റെക്കോർഡിംഗ് ആൻഡ് മേക്കിംഗ് സർട്ടൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആൻഡ് ദെൻ പെർസിസ്റ്റ്. ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ പെർഫോം ചെയ്യാൻ പോകുമ്പോൾ യൂസ് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ട്രാക്കിൻ്റെ വോള്യൂം മാറാം, പല ട്രാക്കിനും പല വോള്യൂം ആയിരിക്കും. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പ്രീ റെക്കോർഡ് യുവർ പെർഫോമൻസ് ഇൻ സൂം ആൻഡ് റിവ്യൂ യുവർ റെക്കോർഡിംഗ് ആൻഡ് മേക്ക് എനി സർട്ടൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആൻഡ് ദെൻ അഗെയിൻ റെക്കോർഡ്, റിപ്പീറ്റ് ദ പ്രോസസ് ആൻഡ് അൺടിൽ നമുക്കൊരു we are satisfied that okay, this is coming out well. അപ്പോൾ that's another tip I want to share. So ഈ ഒരു സെറ്റപ്പിൻ്റെ technical details I'll just walk you through. So idine I'll definitely have to use my other Zoom session so that I can show you what I have. So idonnu spotlight cheyo. Let me see if I can switch to my other audio. So idana input device. So this is basically my laptop. Which is ഇവിടാണ് ഓഡിയോന്റെ കരയോക്കിന്റെ സോഴ്സ് ആണ് ഇത്. സോ this can be any phone or any device. നമ്മൾ യൂട്യൂബിൽ നിന്ന് പ്ലേ ചെയ്യുവാണേലും
So this would be a good source. അപ്പൊ ഇത് ഈ സോഴ്സ് ആണ് നമ്മുടെ ഓഡിയോ സോഴ്സ്. പറഞ്ഞ പോലെ ഇത് ലാപ്ടോപ്പിന് ആവണമെന്നില്ല. ഇതിപ്പോ ഞാൻ ലാപ്ടോപ്പിലാണ് പ്ലേ ചെയ്യുന്നത്. ഐ ഹാവ് മൈ ഓഡിയോ സോഫ്റ്റ്വെയർ. അപ്പോൾ അതിലാണ് ട്രാക്ക് പ്ലേ ചെയ്യുന്നത്. സോ ഐ ക്യാൻ ടോക്ക് മോർ അബൌട്ട് ഓഡിയോ സോഫ്റ്റ്വെയർസ് ആൻഡ് അതർ തിങ്സ് ലേറ്റർ. പക്ഷെ ദിസ് ഇസ് ജസ്റ്റ് എ സൗണ്ട് സോഴ്സ്. നമ്മുടെ ഫോൺ ആവാം, യൂട്യൂബ് ബ്രൗസറിൽ നിന്ന് പ്ലേ ചെയ്യുന്നതാവാം. പക്ഷെ ദാറ്റ് ഇസ് എ ഡിവൈസ് ദാറ്റ് ക്യാൻ ജനറേറ്റ് ദ ഓഡിയോ. പ്ലേ ചെയ്യുന്നത്. സുനിൽ, ഈ ലാപ്ടോപ്പ് സുനിലിന്റെ സൂം ലാപ്ടോപ്പ് ടു ഡിഫറെന്റ് ലാപ്ടോപ്സ്, റൈറ്റ്? അതെ, 2 ഡിഫറെന്റ് ലാപ്ടോപ്പ്. ഇതാണ് സൂം ലാപ്ടോപ്പ്, ഇതാണ്. ആൻഡ് ഓക്കെ ഇതാണ് ഓഡിയോ ലാപ്ടോപ്പ്. ഓക്കെ, അപ്പൊ ആൾക്കാരുടെ സംശയം മാറ്റാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ, അതായത് സൂമിന്റെ ആ മെഷീൻ ഇറ്റ് മസ്റ്റ് ബി എ ലാപ്ടോപ്പ്. മറ്റേ ഐഫോൺ അതൊക്കെ ആണെങ്കിൽ ഇറ്റ് വോണ്ട് വർക്ക് പ്രോപ്പർലി. പക്ഷേ അതായത് ഓഡിയോ ട്രാക്ക് ഇൻപുട്ട് കുഡ് ബി എ ലാപ്ടോപ്പ്, ഐഫോൺ, വാട്ട് എവർ ഇറ്റ് ഈസ്, റൈറ്റ്? യെസ്. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ഓഡിയോ സോഴ്സ്. ഇത് ട്രാക്ക് ഇതിൽ കൂടാണ് വരുന്നത്. സോ സെക്കൻഡ് ഇസ് നമ്മുടെ ഐ ഷോ ഹൗ ദിസ് ഇസ് കണക്റ്റഡ്. സെക്കൻഡ് ഇസ് നമ്മുടെ മൈക്ക് സോഴ്സ്. സോ വോക്കൽ വരുന്നത്, സോ എൻ്റെ കയ്യിലുള്ളത് ഒരു കണ്ടൻസർ മൈക്കാണ്. സോ കണ്ടൻസർ മൈക്കിലാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. സോ ടു ഡു റെക്കോർഡിങ്സ് ഓർ ടു ഡു ലൈവ് പെർഫോമൻസ് കണ്ടൻസർ മൈക്കിൽ കൂടാണ് വരുന്നത്. സോ ദിസ് ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്ത് എനി അതർ ഹാൻഡ് ഹെൽഡ് മൈക്ക്. വയർഡ് ആവാം, വയർലെസ് ആവാം. സോ ദിസ് ഇസ് അനദർ ഓൾട്ടർനേറ്റീവ്. ആൻഡ് നൗ the most important ingredient or the most important piece that connects these two together is a mixer. So ee oru mixer lana, so if you see here, this is where my microphone input is. So vocal comes through here. Ee oru channel number 1 la microphone input comes, and so ee audio from my device അതൊരു 3.5 mm കേബിൾ വെച്ചിട്ട്. സോ ഇത് ബേസിക്കലി ദിസ് ഇസ് കമ്പാറ്റബിൾ വിത്ത് എനി എന്താ പറഞ്ഞ ഫോണിലിപ്പോ ചില ഫോണിൽ ഇപ്പോഴൊക്കെ വരുന്ന ഫോണിൽ ഈ 3.5 mm അഡാപ്റ്റർ കാണില്ല, ഐ മീൻ സോക്കറ്റ് കാണില്ല. അപ്പോ ദർ ആർ കൺവേർട്ടേഴ്സ് ദാറ്റ് വി വിൽ ഗെറ്റ് ടു ഫ്രം USB-C ന്ന് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന അഡാപ്റ്റേഴ്സ് കാണും. സോ ബട്ട് ഇവൻച്വലി നമുക്ക് ഈ ഒരു പിന്നാണ് വേണ്ടത്, സാറിന് ഫോൺ പിന്നാണ്. സോ ദാറ്റ് ആക്ച്വലി കണക്ട്സ് ടു അനദർ ചാനൽ ഓൺ മൈ മിക്സർ. സോ ഇത് ഈ ഒരു കേബിൾ ആണ്. ദിസ് ഇസ് ഓഡിയോ RCA കേബിൾ എന്ന് പറയുന്നത്. സോ RCA വിച്ച് ഇസ് ബ്ലാക്ക് ആൻഡ് റെഡ് അല്ലെങ്കിൽ വൈറ്റ് ആൻഡ് റെഡ്, അങ്ങനത്തെ 2 കളർ കോമ്പിനേഷൻ ഉള്ള RCA കേബിൾസ് ആണ് ഇത്. സോ ആ കേബിൾ വെച്ചിട്ടാണ് ഇത് ഈ മിക്സറിൽ കണക്ട് ചെയ്തേക്കും. സോ ഐ എം യൂസിങ് 1 ചാനൽ എക്സ്ക്ലൂസീവ്ലി ഫോർ ഓഡിയോ. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോ വോളിയം നമ്മുടെ ഫുൾ കൺട്രോളിലിരിക്കും. സോ വോക്കൽ വോളിയം കൂട്ടണോ കുറയ്ക്കണമെങ്കിൽ നമുക്ക് അത് ഇവിടെ ചെയ്യാം. എഫക്ട്സ് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. എല്ലാ ഫ്രീക്വൻസി EQ ഉണ്ട്. എഫക്ട്സ് റിവർബ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. അതുപോലെ ട്രാക്കിന് നമുക്ക് എന്തെങ്കിലും സെറ്റിങ്സ് മാറ്റണമെങ്കിൽ ചില ട്രാക്കൊക്കെ നമുക്ക് കറിയൊക്കെ കിട്ടുന്നത് വളരെ ഷാർപ്പാണ്, അങ്ങനത്തെ കൺസേൺ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇതിൽ നിന്ന് മിറ്റിഗേറ്റ് ചെയ്യാം. സോ ഈ ഒരു ചാനൽ എക്സ്ക്ലൂസീവ്ലി ഫോർ കറിയോക്കി. സോ ഇതാണ് 2 മെയിൻ സോഴ്സ് ഓഫ് ഓഡിയോ, വോക്കൽ ആൻഡ് മ്യൂസിക്. അപ്പൊ ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് നമ്മുടെ ലാപ്ടോപ്പിൽ. സോ ലാപ്ടോപ്പിൽ ബേസിക്കലി ഇതിന്റെ ഔട്ട്പുട്ട്. സോ അത് ഞാൻ ഒരു 2 സ്റ്റെപ്പ് പ്രോസസ് ആണ്. ഇപ്പോ ഈ മിക്സറിൽ എന്താ പറയുന്നത്, so I'm having an audio interface. Most of the mixers comes with digital out. ഈ ഡിജിറ്റൽ ഔട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഗോട്ട്, ഈ മിക്സറിൽ തന്നെ USB ഔട്ട് വരും. സോ USB ഔട്ട് ഇതിന്റെ ബാക്കിൽ കൂടെ ആ USB ഔട്ട് എടുത്ത് ഡയറക്ട്ലി നമുക്ക് ലാപ്ടോപ്പിൽ കൊടുക്കാം. എന്റെ മിക്സറിൽ എന്താ പറയുന്നത്,
ഞാനത് ലെറ്റ് മീ ഷോ ദാറ്റ് ടു യു. Can you see this? ഇത് കാണാൻ പറ്റുന്നുണ്ടോ? കാണാം. സോ ഇതാണ് ഇതിന്റെ ഡിജിറ്റൽ ഔട്ട്. സോ ഞാൻ ഇത് യൂസ് ചെയ്യുന്നില്ല. ദ റീസൺ ഐ എം നോട്ട് യൂസിങ് ദാറ്റ് ഇസ് ബിക്കോസ് ഐ ഹാവ് എൻ ഓഡിയോ ഇന്റർഫേസ്. സോ അത് ഇറ്റ്സ് ഓപ്ഷണൽ. ഓക്കെ, സോ ഇത് ഇങ്ങനെ പോണം എന്നില്ല. ഞാൻ ഈ ഓഡിയോ ഇന്റർഫേസ് യൂസ് ചെയ്യുന്നത് കുറച്ച് റെക്കോർഡിംഗ്, ഞാൻ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോട്ട് ഫോർ സൂം പെർഫോമൻസ്, പക്ഷേ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് ഈ ഓഡിയോ ഇന്റർഫേസ് ഇസ് എ ബിഗ് ബ്ലെസ്സിങ് ഫോർ മീ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഓഡിയോ ഇന്റർഫേസ് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. But I don't want to complicate things by showing you how to plug in an audio interface. So it is important if you have an old mixer. നേരത്തെയുള്ള മിക്സേഴ്സ് ഒക്കെ ഈ USB ഡിജിറ്റൽ ഔട്ട് കാണില്ല. അപ്പൊ അങ്ങനെ ഇല്ലാത്ത ഡിവൈസ് മിക്സേഴ്സിന് യു ഹാവ് ടു ഹാവ് എൻ ഓഡിയോ ഇന്റർഫേസ്. പക്ഷേ മിക്സേഴ്സ് വിത്ത് ഡിജിറ്റൽ ഔട്ട് അതിന് ഈ ഓഡിയോ ഇന്റർഫേസിന്റെ ആവശ്യമില്ല. So you can directly connect a USB cable from here directly into your laptop. Okay, so that's how ഇത് ഈ രണ്ട് സിസ്റ്റം യൂണിഫൈ ചെയ്തിട്ട് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് സ്ട്രീം ചെയ്യുന്നത് ഈ ഒരു കണക്ഷൻ ആണ്. So as soon as we connect it, so I'll show you. So ഇത് കണക്ട് ചെയ്ത ഉടനെ നമ്മുടെ ഓഡിയോ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ സോ യു വിൽ സി ഈ ഓഡിയോ, നമ്മുടെ മിക്സർ ഹാസ് ടു ഷോ അപ്പ് ഓൺ ഈ സ്പീക്കർ ആൻഡ് മൈക്രോഫോൺ. ഈ രണ്ടിന്റെ ചാനൽ ഇതായിരിക്കും. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ചിലപ്പോൾ നമ്മൾ ഈ മിക്സർ കണക്ട് ചെയ്യും, ബട്ട് ഇഫ് ദിസ് speaker is still using നമ്മുടെ ലാപ്ടോപ്പ് സ്പീക്കേഴ്സ് ഓർ ഇറ്റ്സ് യൂസിങ് നമ്മുടെ ലാപ്ടോപ്പിന്റെ മൈക്രോഫോൺ യൂസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഡസൻറ്റ് ഹെൽപ്പ്. അപ്പൊ ദാറ്റ്സ് വൈ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു മേക്ക് ഷുവർ നമ്മുടെ മിക്സറിന്റെ വാട്ട് എവർ മോഡൽ ദാറ്റ് ഇസ് ദാറ്റ് ഷോസ് അപ്പ് ആസ് ദ സ്പീക്കർ സെലക്ടഡ് ആൻഡ് ദ മൈക്രോഫോൺ സെലക്ടഡ്. ഓക്കെ, സോ അത് ചെയ്യുക. പിന്നെ നമ്മുടെ ഒറിജിനൽ സൗണ്ട്, ആസ് ഐ വാസ് മെൻഷനിങ്, മേക്ക് ഷുവർ ദാറ്റ്സ് ഓൾ ഗുഡ്. സോ ഇതാണ് ഒരു പ്ലാൻ, ലൈക്ക് how you take your audio and get it into one of your channel of your mixer. Then you take your vocal and connect that to another channel on your mixer, and അത് രണ്ടും സ്ട്രീം ചെയ്ത് അതിന്റെ ഔട്ട്, വാട്ട് എവർ ഇസ് യുവർ മിക്സർ ഔട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്റെ കേസിൽ എന്റെ മിക്സർ ഔട്ട് ഇസ് ഗോയിങ് ടു മൈ ഓഡിയോ ഇന്റർഫേസ്, ആൻഡ് ഓഡിയോ ഇന്റർഫേസിന്റെ ഔട്ടാണ് ഇതിൽ കൂടെ വരുന്നത്, ഈ ഒരു കേബിളിൽ കൂടെ വരുന്നത്. ആൻഡ് ഇറ്റ് ഗോസ് ഇൻ ടു മൈ ലാപ്ടോപ്പിന്റെ USB പോർട്ടിലേക്ക്. സോ അതാണ്. സോ എന്റെ ഈ ഉള്ള മിക്സർ ഇസ് ആക്ച്വലി കുറച്ച് ഇത് ബെയറിംഗറിന്റെ ഒരു സിസ്റ്റർ പ്രോഡക്റ്റ് ആണ്. ഹർബിംഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഞാൻ വെച്ചേക്കുന്നത്. സോ ഇത് യമഹ, ബെയറിംഗർ, ഇതാണ് പോപ്പുലർ ബ്രാൻഡ്സ് ഇവിടെ US. അത് തന്നെ നമുക്ക് ഡിപ്പെൻഡിങ് ഓൺ ഇത് തന്നെ പല പ്രൈസ് റേഞ്ചിൽ കാണും. ഇപ്പൊ എന്റെ ഉള്ളത് 8 ചാനലാണ്. So basically 1, 2, 3, 4, 5, 6 microphone or instrument input ഉണ്ട്. പിന്നെ 2 parallel input ഉണ്ട്. സോ ഇതിപ്പോ 8 ചാനലാണ്. സോ ഇതില് this comes with USB digital out ഉണ്ട്. പിന്നെ this model also has a Bluetooth setting ഉണ്ട്. സോ ഇപ്പൊ ഫോണിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ ഇതില് ഈ മിക്സറിനെ തന്നെ പെയർ ചെയ്തിട്ട് എനിക്ക് കറിയൊക്കെ പ്ലേ ചെയ്യാൻ പറ്റും. സോ അതൊരു അഡ്വാൻറ്റേജ് ആണ്. സോ ഐ വിൽ പ്രോബ്ലി നോട്ട് നീഡ് മൈ ലാപ്ടോപ്പ് ടു പ്ലേ ദ ഓഡിയോ. എന്റെ ഫോൺ തന്നെ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഷോ ദിസ് മിക്സർ ആസ് വൺ ഓഫ് ദ ഡിവൈസ് ആസ് എൻ ഔട്ട്പുട്ട്. സോ ഐ ക്യാൻ പെയർ ടു ദിസ് മിക്സർ ആൻഡ് ഐ ക്യാൻ സ്റ്റാർട്ട് പ്ലേയിങ്. ഇത് യൂഷ്വലി നമ്മൾ ഈ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഈ ഡാൻസ് ഫ്ലോർ ഒക്കെ ഓപ്പൺ അപ്പ് ചെയ്യുമ്പോൾ
പലരും ഫോൺ എടുത്തോണ്ട് വരും. ഫോണിൽ നിന്ന് ഐ ഹാവ് ലോട്ട് ഓഫ് സോങ്സ് ഇൻ മൈ സ്പോട്ടിഫൈ, അപ്പോ പ്ലേലിസ്റ്റിലൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോ അപ്പോ നമ്മള് അതിനെ ഫോണിലെ കേബിളൊക്കെ എടുത്ത് കണക്ട് ചെയ്തൊക്കെ പാടണം. അപ്പോൾ പലരും പലരുടെ അപ്പൊ ആ ഫോൺ പെയർ ചെയ്തിട്ട് മിക്സർ വെച്ചിട്ട് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജ് ആണ്. സോ ബേസിക്കലി നമ്മളൊരു മിക്സർ വാങ്ങിക്കുമ്പോൾ നമ്മുടെ പെർപ്പസ് എന്താണെന്ന് നോക്കിയിട്ട് വി ക്യാൻ ഗോ ടു എനി ലെവൽ. നമുക്കിപ്പോ ഈ 8 ചാനൽ തന്നെ വേണം എന്നില്ല, 2 ചാനലാന്നേലും മതി, അല്ലെങ്കിൽ 4 ചാനലാന്നേലും മതി. സോ ഈ പറഞ്ഞ പോലെ ബ്ലൂടൂത്ത് വേണം എന്നില്ല, എഫക്ട്സ് എന്തുമാത്രം എഫക്ട്സിനുള്ള കൺട്രോൾ വേണം. ഇതിലിപ്പോ എഫക്ട്സ് ആക്ച്വലി ഓരോ ചാനലിലും എഫക്ട്സിന് കൺട്രോൾ ഉണ്ട്. എനിക്ക് ലെറ്റ്സ് സേ ഇഫ് ഒരു മെയിൽ മൈക്ക് ആൻഡ് ഫീമെയിൽ മൈക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ മെയിലിനുള്ള EQ, മെയിലിനുള്ള എഫക്ട്സ് ക്യാൻ ബി ഡിഫറെന്റ് ഫ്രം ഫീമെയിലിനുള്ള എഫക്ട്സ്. സോ ആ ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ അത്ര കൂടുതൽ ഗ്രാനുലർ ആയിട്ട് സെറ്റിംഗ്സ് വേണ്ട എന്നുണ്ടെങ്കിൽ we can always go with not having a individual channel effects. We can have a common effects ഒരു കൺട്രോൾ മതി. സോ അങ്ങനെ നമുക്ക് നമ്മുടെ നീഡ് അനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. സോ അതാണ് മിക്സറിന്റെ ദർ ഇസ് നോ വൺ റൈറ്റ് ഓർ റോങ് മിക്സർ. എല്ലാം നമ്മുടെ ഒരു നീഡ് അനുസരിച്ച് നമുക്ക് മിക്സർ വി ക്യാൻ ഗോ ടു എനി എക്സ്റ്റെന്റ് വി വാണ്ട്. സോ എന്റെ കേസിൽ ഞാൻ പറഞ്ഞ പോലെ ഐ ഹാവ് എ ഓഡിയോ ഇന്റർഫേസ് ഓൾസോ വിച്ച് ബേസിക്കലി ഐ എം യൂസിംഗ് ടു കണക്ട് ടു Zoom. Okay, 1 second. So ഇതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഒരു സെക്കൻഡ്. അതായത് വൺ സെക്കൻഡ്, ഐ വാണ്ട് ടു എംഫസിസ് വൺ തിങ് ഹിയർ. സുനിൽ ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സുനിലിൻ്റെ ഹോം സ്റ്റുഡിയോയിൽ, ഓഡിയോ സ്റ്റുഡിയോയിൽ വെച്ചാണ്. സോ ഐ വുഡ് സേ എൻ്റെ ഒരു ഇതിനകത്ത് സുനിലിനുള്ളതെല്ലാം ഒരുമാതിരി ഹൈ ആൻഡ് ഇറ്റ് ടേക്സ് കെയർ ഓഫ് മെനി ഓഫ് യുവർ റിക്വയർമെൻറ്റ്സ്. ഇപ്പോൾ ഒരു സാധാരണക്കാരന് നമുക്കൊരു സൂമിൽ വേണമെങ്കിൽ അഗൈൻ 2 ചാനൽ വിത്ത് മിനിമം കൺട്രോൾ ഈസ് മോർ ദാൻ ഇനഫ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൺട്രോൾ കാണുമ്പോൾ ഇത് അവിടെ വാങ്ങിക്കാൻ ഒക്കുമോ എന്നുള്ള ഒരു സംശയമൊക്കെ വരുവേ. അപ്പം സുനിൽ, ഇഫ് യു നോ, അതുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണേ. ഇതിപ്പോൾ കാണിക്കുന്ന ഒരു ഐ വുഡ് സേ മോർ കൈൻഡ് ഓഫ് ഹൈ എൻഡ് കോൺഫിഗറേഷൻ യു ഹാവ്. ഒരു സാധാരണക്കാരന് എന്തൊക്കെയാണ് ഈ കണ്ടൻസ് മൈക്കറിന് വേറെ മൈക്ക്, അല്ലെങ്കിൽ അതിൻ്റെ മോഡൽ നമ്പർ, ഈ മിക്സർ ഈസ് ദ കീ പാർട്ട്. ഈ മിക്സറിൻ്റെ നമുക്ക് വേണ്ടത് മിനിമം ഒരു 2 ചാനൽ, ഒരു ഡിജിറ്റൽ ഔട്ട്പുട്ട്, അതിനെ പറ്റി ഒരു മിനിമം കോൺഫിഗറേഷൻ, അതിൻ്റെ മോഡൽ പിന്നീട് നയിച്ചു തരികയാണെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും. അല്ലെങ്കിൽ ആൾക്കാർ നോക്കുമ്പോൾ ഇതെന്നെ ഇവിടെ കിട്ടത്തില്ലല്ലോ എന്നൊരു ഫീലിംഗ് വരും കേട്ടോ. ജസ്റ്റ് ഐ വാണ്ട് ലെറ്റ് യു നോ. ഉറപ്പായിട്ട്. ആക്ച്വലി ഞാൻ ശ്രീകുമാർ ക്യാൻ വോച്ച് ഫോർ ദാറ്റ്. പലരും ഇങ്ങനെ എന്ത് മിക്സർ വേണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കുറെ ബ്രൗസ് ഒക്കെ ചെയ്തിട്ട് പല ലിങ്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. ഐ ടോക്ക് ടു ദം ആൻഡ് ഫൈൻഡ് ഔട്ട് നിങ്ങളുടെ നീഡ് എന്താണ്. നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് പെർഫോം ചെയ്താൽ മതിയോ, ഓർ ഡു യു പ്രിഫർ ടു ഗോ ഔട്ട് ആൻഡ് സിങ്, ഏതെങ്കിലും പാർട്ടി ഹാളിൽ പോയി പാടാനുള്ള മിക്സർ വേണോ, പിന്നെ വീട്ടിലാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് റെക്കോർഡിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതോ വെറും പാട്ട് മാത്രം പാടിയാൽ മതിയോ. സോ ദർ ഇസ് നോ വൺ സൈസ് ദാറ്റ് ഫിറ്റ്സ് ഓൾ. സോ ബട്ട് ഐ വിൽ അതും ഒരു കൺസൾട്ടേറ്റീവ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണെങ്കിലും ഐ വിൽ ഗിവ് എ ബേസിക് സെറ്റിംഗ് കോൺഫിഗറേഷൻ ഫോർ എ മിക്സർ ദാറ്റ് വുഡ് സെർവ് എ ലേമാൻ പെർഫോമർ എന്ന് പറഞ്ഞ പോലെ, റൈറ്റ്? ഒരു ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഗറേഷൻ ഞാൻ അയച്ചുതരാം. So I want to kind of show you ഇത് ഈ പറഞ്ഞ പോലെ as Ravi called it high end, I will not call it high end setup എന്ന് പറയുന്നു, but okay. പക്ഷെ I will show you some low end setting also. Okay, so low end settingൽ ഞാൻ ഇതൊന്ന് pause ചെയ്തിട്ട് I will show you a different setup that is also good for Zoom performance. സുനിൽ ഒരു കാര്യം നമുക്ക് ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ റൈറ്റ് ആ സെയിം സെറ്റിന് വേണ്ടി വാട്ട് വിൽ ബി ദി അപ്രോക്സിമേറ്റ് കോസ്റ്റ് ഇൻവോൾവ്ഡ്? കോസ്റ്റിന്റെ കാര്യം ആക്ച്വലി നോക്കണം കേട്ടോ. കോസ്റ്റിന്റെ കാര്യം കാരണം ഓരോ നമ്മള് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈം ഓഫ് ദ ഇയർ യു ബൈ, പല സെയിലും ഇതൊക്കെ കാണും, പ്രൊമോഷൻ കാണും. ആമസോണിൽ പോകുമ്പോൾ ചിലപ്പോൾ വല്ല ഓഫർ കാണും. സോ അതുകൊണ്ട് ഇറ്റ്സ് ഹാർഡ് ടു എല്ലാം മേ ബി ഒരു സ്റ്റാൻഡേർഡ് മിക്സർ എന്ന് പറഞ്ഞാൽ യു എസ് റേഞ്ചിൽ നോക്കുവാണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് മിക്സർ ഒരു $150 ഒരു ഡീസെന്റ്, വെരി വെരി ഡീസെന്റ് മിക്സർ കിട്ടും. സോ ഇപ്പൊ എന്റെ ഉള്ള മിക്സർ ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു $200 മിക്സർ ആണ്. സോ ഒരു 150
$100 to $150 നല്ല മിക്സർ കിട്ടും. ഞാൻ നാട്ടിലിപ്പോ റീസെന്റ് കുറച്ച് ഫ്രണ്ട്സിന് റെക്കമെൻഡ് ചെയ്ത മിക്സേഴ്സ് വാസ് ഗോയിങ് അറൌണ്ട് 6,000-7,000 rupees ആ ഒരു റേഞ്ചില് ഡീസെന്റ് മിക്സേഴ്സ് ഉണ്ട്. പക്ഷെ ആ ഒരു ബഡ്ജറ്റിനെ ഒരു 10,000 rupees വരെ ആക്കുവാണെങ്കിൽ ഒരു കുറച്ചുകൂടെ നമുക്ക്, കാരണം ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്ക് അയ്യോ എനിക്കിത് ഈ ഒരു ഫീച്ചർ ഇല്ലായിരുന്നല്ലോ, ഇല്ല അതുകൊണ്ട് കുറച്ച് ലിമിറ്റേഷൻ ആവാൻ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കുറച്ച് ഇന്നത്തെ മാത്രമല്ല ഒരു നാളത്തെ കൂടിയും ഒന്ന് ആലോചിച്ചിട്ട് വാങ്ങിക്കുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ദീസ് തിങ്സ് ലാസ്റ്റ് ഫോർ ലോങ്, ആസ് ലോങ് ആസ് നമ്മൾ വി ജസ്റ്റ് കീപ് ഇറ്റ് പൊടിയൊന്നും കയറാതെ അടച്ചു വെക്കുകയും അതിന്റെ കേബിൾസ് ഒക്കെ ഊരുമ്പോഴും നോബൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴും ജസ്റ്റ് ടേക്ക് ഗുഡ് കെയർ ഓഫ് ഇറ്റ്. അത് ചെയ്തു കഴിഞ്ഞാൽ വെയർ ആൻഡ് ടയർ ഒക്കെ ഒരുപാട് കുറയും. അപ്പൊ അതിന്റെ ഡ്യൂറബിലിറ്റിയും ഇൻക്രീസ് ആവും. സോ അതുകൊണ്ട് ഒരു ഐ വുഡ് സേ 10,000, ലെസ് ദാൻ 10,000 ഉള്ളിൽ there should be good mixers. I can look at it. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. I can look at some good mixers and recommend some. Okay. പുതിയ ഈ സെറ്റപ്പ് നമ്മൾ ചെയ്യുന്നതിന് ഒരു ടോട്ടൽ നമ്മൾ ആവശ്യം എന്തൊക്കെയാണ് റഫ് എസ്റ്റിമേറ്റ് റഫായിട്ട് മതി. ഫിഗറും വന്നാൽ ചെയ്യുന്ന ആൾക്കാർ ഹെൽപ്ഫുൾ ആയിട്ട് പോകില്ല. ഓക്കെ, സൗണ്ട്സ് ഗുഡ്. സോ ഞാനൊരു മിക്സർ ഇല്ലാത്ത ഒരു സെറ്റപ്പ് കാണിച്ചു തരാം, വിച്ച് ഇസ് കൈൻഡ് ഓഫ് ഓക്കെ. നമ്മളൊരു ഇഫ് യു റണ്ണിങ്, നമ്മളിപ്പോ ഒരു ട്രാവൽ ചെയ്യുവാണ്, നമുക്ക് ഇതൊക്കെ ഒന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിൽ ഒരു പെർഫോമൻസ് വരുവാണെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഐ വിൽ ഷോ ദാറ്റ് ടു യു. Okay. ലൂപ്പ് ചെയ്യുന്നുണ്ടോ ഓഡിയോ? അതെന്റെ ഫോൺ കയറി വരുന്നതാണ് ഇടയ്ക്ക്. ഓ ഓക്കെ, ഇറ്റ്സ് ഓക്കെ നൗ, റൈറ്റ്? യെസ്. Okay, so next setup I want to show is ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വെച്ചിട്ടുള്ള സെറ്റപ്പാണ്. സോ ഐ ഹാവ് എ ബ്ലൂടൂത്ത് സ്പീക്കർ ഹിയർ. സോ ഈ ഒരു സ്പീക്കർ ഐ വിൽ പ്രോബ്ലി ടേക്ക് ദിസ് തിങ് ഔട്ട്, കാരണം ഇതിപ്പോൾ ആവശ്യം. സോ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ നമ്മൾ ഓഡിയോ പ്ലേ ചെയ്യുക, എന്നിട്ട് നമ്മൾ ലൈവായിട്ട് കമ്പ്യൂട്ടർ സൗണ്ടിൽ നിന്ന് പാടുക. സോ ഈ ഒരു സെറ്റപ്പ് വിൽ ഓൾസോ കൈൻഡ് ഓഫ് ഹെൽപ്പ്. പക്ഷേ ഈ ബ്ലൂടൂത്ത് സ്പീക്കർ ഇസ് നീഡഡ് ബിക്കോസ് നമുക്ക് വി ക്യാൻ ഇവാലുവേറ്റ് നമ്മുടെ ഒരു ഓഡിയോ ക്വാളിറ്റി. അത് സൂം പിക്ക് ചെയ്യുന്നതിൻ്റെ ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടിയാണ് നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കർ യൂസ് ചെയ്യുന്നത്. ഇതില്ലാതെ ഞാനൊരു സെറ്റപ്പ്, അത് വളരെ ബെയർ മിനിമം സെറ്റപ്പാണ്. ഐ യൂസ് ദാറ്റ് ആസ് ദ ഫൈനൽ. നമുക്കൊന്നും പറ്റുന്നില്ല, നമുക്കിത് ഒരു എൻ്റെ ആകപ്പാട് ലാപ്ടോപ്പ് മാത്രമേ ഉള്ളൂ, ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ I'll show you that also as a last alternative. So idipo I'm going to place it here. You will not be able to see it, but I'm placing it here and using that as my device. So ഇപ്പം ഞാൻ എൻ്റെ ഈ സിസ്റ്റം ഐ എം ഗോയിങ് ടു ഡിസ്കണക്ട്. So I won't need this headset anymore. Can you hear me now? കേൾക്കാമോ ക്ലിയർ ആയിട്ട്? ഓക്കെ. സോ ഇപ്പം ഞാൻ ഡയറക്ട്ലി ലാപ്ടോപ്പ് സ്പീക്കേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്.
ഇപ്പോൾ ഐ വോണ്ട് ടു പോയിന്റ് ഔട്ട്, ഇപ്പം ഞാൻ എൻ്റെ മിക്സറിൻ്റെ ഇൻപുട്ട് ഞാൻ ലാപ്ടോപ്പിൽ നിന്ന് റിമൂവ് ചെയ്തതേ ഉള്ളൂ. റിമൂവ് ചെയ്ത ഉടനെ മൈ ഒറിജിനൽ സെറ്റിംഗ് ഡീഫോൾട്ടഡ് ബാക്ക് ടു ഓഫ്. സോ ഇത് മോസ്റ്റ്ലി നമ്മൾ നോട്ടീസ് ചെയ്യാൻ ഉള്ള ചാൻസ് കുറവാണ്. സോ നൗ ഐ ഹാവ് ടു ഗോ ബാക്ക് ആൻഡ് മേക്ക് ഷുവർ ഐ ടേൺ ഇറ്റ് ബാക്ക് ഓൺ. സോ നൗ ഐ ഹാവ് ടേൺഡ് ഇറ്റ് ബാക്ക് ഓൺ. You might see some difference in what you heard. So ഈ ഒരു സെറ്റപ്പിൽ let me play the audio. Before that, see, right now your track is coming through the speaker and then you are directly speaking to the laptop mic, right? അതെ. സോ ഇതാണ് ഇതിൽ വരുന്നത്. എന്താ, track is coming through this and my audio is coming, my vocal is coming directly into. But random Zoom in it's coming through the laptop speakers. Okay, for as far as Zoom is concerned, both are coming through laptop speakers. The only difference is എൻ്റെ സൈഡിൽ സൗണ്ട് കുറച്ചുകൂടെ നമുക്ക് പാടുമ്പോൾ നമുക്ക് ട്രാക്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ആസ് എ സിംഗർ. ട്രാക്കിൻ്റെ വോളിയം നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കണം. അതുകൊണ്ട് ഐ വോണ്ട് മേക്ക് ഷുവർ ദാറ്റ് ഐ ലിസൺ ടു ദ ട്രാക്ക് മച്ച് ക്ലിയറർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ട്രാക്ക് ബ്ലൂടൂത്ത് സ്പീക്കറിൽ പ്ലേ ചെയ്യുന്നത്. സോ ഐ എം ജസ്റ്റ് ഗോണ പ്ലേ ദാറ്റ്. പഴന്തമിപ്പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി, മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി, സരസസുന്ദരി മണി നീയലസമായി ഉറങ്ങിയോ, കനലിൽ നിന്നൊരാത്മരാഗം മിഴികളിൽ പൊലിഞ്ഞു, വിരലിൽ വഴുതി വീണു വിരസമായൊരാദിതാളം. Okay, so either how do you feel about the audio quality? Comparable to the previous one, almost. Yeah, nothing is it comparable to the previous one? Probably not, right? No, it's not. I think it's not that enjoyable. Okay. Yeah, so ഇതൊരു bare minimum ആണ്. ഇതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവും കൂടെ ഞാൻ കാണിച്ചു തരാം. Where I use the track on my host laptop. ഇപ്പോൾ സൂമിൻ്റെ ലാപ്ടോപ്പിൽ if I open a audio player and if I play the same song, so just tell me if you're able to hear the track I'm playing on the laptop. ചിലപ്പോൾ അത് കേൾക്കില്ല. സോ ഐ ഹാവ് ടു ഡു എ ഷെയർ കമ്പ്യൂട്ടർ സൗണ്ട്. പ്ലേ ചെയ്യണം. ഇത് കേൾക്കാമോ? ഓക്കെ, സോ ദിസ് ഇസ് അനദർ ഓൾട്ടർനേറ്റീവ്. ഇതിൽ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട്? Because all that I changed was track. Instead of playing on the speaker, I'm playing the track on the laptop. So ഇതിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നോ ട്രാക്കിന്റെ ക്വാളിറ്റി വൈസ്? വോക്കലും കൂടെ വരുമ്പോഴായിരിക്കും കമ്പയർ ചെയ്യാൻ ബെറ്റർ. ഓക്കെ, okay, so let me try now. പഴന്തമിപ്പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി, മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി, സരസസുന്ദരി മണി അലസമായി ഉറങ്ങിയോ, കനവുമേതൊരാത്മരാഗം
what do you think about how is this different from the previous one? മേ ബി മാർജിനലി ബെറ്റർ എന്നാ തോന്നുന്നത്. മൊത്തത്തിൽ ഒരു സുഖം ഇല്ലാതാണ് നമ്മൾ പ്രസന്റേഷൻ ഫീൽ ചെയ്യുന്നത്. കാരണം സുനിലിന്റെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കഴിഞ്ഞ തവണ കേട്ടതേ. ഞാൻ എന്റെ എക്സ്പീരിയൻസ് നോ വേ നിയർ ദാറ്റ്. എനിക്ക് അങ്ങനെ തോന്നുന്നത്. അതേഴ്സ് ഓൾസോ ക്യാൻ ഗിവ് ദെയർ കമന്റ്. ഒന്ന് കുറയുകയും വോക്കൽ ഒരു വേരിയേഷൻ ആണ് ഫീൽ ചെയ്യുന്നത്. അൺഈവൻ ആയിട്ട് വരുന്നത് പോലെ ബോത്ത് നമ്മുടെ വോയിസും പ്ലസ് മ്യൂസിക്കും ഒരു സിങ്ക് ആവുന്നില്ല. നമുക്കൊരു അതൊരു കേൾക്കുമ്പോ ഒരു സുഖം വരുന്നില്ല, മനസ്സിലായി, പക്ഷെ നമുക്ക് ആ ഫീല് കിട്ടുന്നില്ല നമുക്ക്. കാരണം അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ വോയിസ് നമ്മൾ സാറിന് മൈക്കിലൊക്കെ പാടുമ്പോൾ കുറച്ച് നമ്മുടെ EQ വി റിലൈ ഓൺ സം ഓഫ് ദ എഫക്ട്സ്, റൈറ്റ്? അപ്പൊ നമുക്ക് ആ ഒരു എന്താ പറഞ്ഞ ആ ഒരു സൗണ്ടിന്റെ ആംബിയൻസ് ഇസ് വെരി റോ. ഇപ്പൊ ഞാൻ റോ ആയിട്ട് പാടുന്നതാണ്. ഇപ്പോ ഈ രണ്ട് കേസിലും റോ ഓഡിയോ ആണ് കേൾക്കുന്നത്, റൈറ്റ്? അപ്പോ അതിന്റെ ഒരു ഡിഫറൻസ് കാണും. പക്ഷെ ഈ സൗണ്ട് ബാലൻസ് ഐ തിങ്ക് ഇപ്പൊ എന്റെ കേസിൽ എനിക്ക് സൗണ്ട് ഒക്കെ പ്രോസസ് ചെയ്യണം. പക്ഷെ നമ്മുടെ രാജേഷിനെ പോലുള്ള സിംഗേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോ വോയിസ് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ ഇതുപോലെ ഈ സെറ്റപ്പിൽ പാടുവാണെങ്കിൽ നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റും, റൈറ്റ്? അപ്പോൾ എനിക്കൊക്കെ കുറച്ച് പ്രോസസ്സിംഗ് ഉണ്ടെങ്കിലേ നമുക്ക് അത് മനസ്സിലാവുന്നുണ്ട്. അതല്ല നമ്മുടെ ഇപ്പോഴത്തെ വിഷയം തോന്നുന്നു. ഇറ്റ് ഈസ് നോട്ട് അല്ല, ഇത് ഞാൻ പറഞ്ഞത് ആ ഒരു ഇതിന്റെ പ്രശ്നമാണെന്നാ തോന്നുന്നത്. നന്നായി തന്നെ പാടുന്നൊന്നും, പക്ഷെ നന്നായി പാടുന്നത് നമുക്ക് നന്നായിട്ട് റിസീവ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അതേ ഇല്ലില്ല, അത് ഇറ്റ്സ് എ റിലേറ്റഡ് പോയിന്റ്. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ വോക്കലും ട്രാക്കും കൂടെ നമുക്കത് കുറച്ച് മിക്സ് ചെയ്തിട്ട് ആ മിക്സിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ഒരു കേസിൽ തന്നെ ഇപ്പൊ ഞാൻ പ്രസന്റ് ചെയ്ത കേസിൽ തന്നെ what I did not do or what we should do is before the program നമ്മൾ ഇതേ സെറ്റപ്പിൽ നമ്മളൊന്ന് പാടി റെക്കോർഡ് ചെയ്ത് നോക്കിയാലാണ് നിങ്ങൾ കേട്ട ഔട്ട്പുട്ട് എനിക്ക് മനസ്സിലാവുന്നത്. I will know that, oh my God, sound audio is empowering, my vocal is low. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് ട്രാക്കിൻ്റെ വോള്യൂം കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ വോള്യൂം കൂട്ടാനായിട്ട് വേറെ ഓപ്ഷനൊന്നും ഇല്ല, ബിക്കോസ് മൈൻ ഇസ് റോ ഓഡിയോ, റൈറ്റ്? പക്ഷേ ട്രാക്ക് വോള്യൂം എംപവർ ചെയ്യുവാണെങ്കിൽ ഐ ഹാവ് എൻ ഓപ്ഷൻ ടു റിയലൈസ് ദറ്റ് അഹെഡ് ഓഫ് ടൈം ആൻഡ് അത് കുറച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഒന്ന് റീ റെക്കോർഡ് ചെയ്ത് ആ സൗണ്ട് ബാലൻസിങ് വി ക്യാൻ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. മെയിൻ പ്രോബ്ലം തോന്നുന്നു. അത് നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാം. സംസാരിക്കുന്നത് വളരെ ഫാർ ബെറ്റർ ആണ്. ഇപ്പൊ സംസാരിക്കുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. അതിന്റെ ആ ഒരു കറക്റ്റ് ഫീലിൽ തന്നെ സംസാരം കിട്ടുന്നുണ്ട്. പാട്ടിൽ വരുമ്പം ചില സ്ഥലങ്ങളിൽ അങ്ങ് പമ്മി പോകുന്ന പോലെ പാട്ട് ഇച്ചിരി ഓഡിബിൾ അല്ലാത്ത, ഓഡിബിലിറ്റി തന്നെ വേരി ചെയ്യുന്ന പോലെ തോന്നി. അതാ. പക്ഷെ ഇപ്പൊ സംസാരിക്കുമ്പോൾ അത് വരുന്നില്ല. കറക്റ്റ് ഒരേ ടോണിൽ തന്നെ കേൾക്കുന്നുണ്ട് നമുക്ക്. കാരണം സൗണ്ട് സൂം ഈ ഒരു പാട്ട് വരുമ്പോഴാണ് സൂമിന്റെ കുറെ എഫക്ട്സ് ഇങ്ങനെ കയറി വരുന്നത്. സൂം വിൽ ട്രൈ ടു സപ്രസ് ഓർ ഓവർ പവർ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കൺട്രോൾ കിട്ടും. അതുകൊണ്ടാണ് ഈ ഒറിജിനൽ സൗണ്ട് ഇസ് ദ കീ. അത് ചെയ്താൽ ഒരു മാക്സിമം ഒരു 90% നമ്മൾ എക്സ്പെക്ട് ചെയ്തത് പുറത്തു വരും. പിന്നെന്തെങ്കിലും ബാൻഡ്വിഡ്ത്ത് ഇഷ്യൂസ്, നെറ്റ്വർക്ക് ബാൻഡ്വിഡ്ത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ ചിലപ്പോൾ നെറ്റ്വർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയെങ്കിൽ ഈ ഡിലേസ് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ലിപ്പ് ഇങ്ങനെ പോവും, സൗണ്ട് ഇങ്ങനെ വരും. ഞാൻ നമ്മുടെ രാഗാഞ്ജലിയുടെ കുറച്ച് റെക്കോർഡിങ്സ് ഒക്കെ നമ്മൾ പിന്നീട് കേൾക്കുമ്പോൾ അപ്പോഴാണ് അറിയുന്നത് സൗണ്ട് സ്ട്രീമിംഗിന്റെ ഇഷ്യൂ ഉണ്ട്. കാരണം വീഡിയോ വാസ് ഡിലേഡ്, ഓഡിയോ വാസ് അഹെഡ്. ആ ഇഷ്യൂ ഫീൽ ചെയ്തേ ഇല്ല. ഇറ്റ് ഈസ് റിയൽ ടൈം തന്നെ ആയിരുന്നു. എക്സ്പ്രഷനും സൗണ്ടും തമ്മിൽ നല്ല മാച്ച് ഉണ്ടായിരുന്നു. ആ ഡിലേ ഫീൽ ചെയ്തതേ ഇല്ല. ഓക്കെ, ദാറ്റ്സ് ഓൾ ഓൺ ദ ഇന്റർനെറ്റ്. നമ്മുടെ ബാൻഡ് വിഡ്ത്ത് അനുസരിച്ചിരിക്കും. അപ്പൊ ഇതാണ് ഒരു ബേസിക് സെറ്റപ്പ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒന്നും ഇല്ലാതെ നമ്മൾ ലാപ്ടോപ്പിൽ തന്നെ പാടി. ഇപ്പൊ കുറെ പേര് ഐ തിങ്ക് നമ്മുടെ രാഗാഞ്ജലിയിൽ തന്നെ ദേ ഹാഡ് എക്സ്റ്റേണൽ സ്പീക്കേഴ്സ് വെയർ ട്രാക്ക് വാസ് പ്ലേയിങ് ആൻഡ് നമ്മൾ അതിൽ തന്നെ റോ ആയിട്ട് പാടുന്നതുകൊണ്ട്. പിന്നെ ഈ സ്പീക്കറിൽ തന്നെ നമുക്ക് മൈക്രോഫോണും കണക്ട് ചെയ്യാം. അപ്പോൾ മൈക്രോഫോൺ കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്പീക്കേഴ്സ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ വോക്കൽ ആൻഡ് ട്രാക്ക് ബാലൻസ് ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്ക് തന്നെ ആദ്യം തന്നെ കിട്ടും. ബിക്കോസ് ഇറ്റ്സ് കമ്മിങ് ഔട്ട് ഓഫ് ദ സ്പീക്കർ. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഓഡിയോ എംപവർ ആവുന്നു,
നമ്മുടെ വോയിസ് സപ്രസ്ഡ് ആവുന്നു. അപ്പോൾ ആ ഒരു ഫീഡ്ബാക്ക് നമുക്ക് ആദ്യം തന്നെ കിട്ടും. അപ്പോൾ അങ്ങനത്തെ വേണേൽ കൺട്രോൾ ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇഫ് യു ഹാവ് ടു കണക്ട് എ മൈക്രോഫോൺ ടു ദ സ്പീക്കർ, it has to go through a speaker that has audio microphone input, right? So അങ്ങനെ ലൈക്ക് ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന ഒരു ചെറിയൊരു പോർട്ടബിൾ സ്പീക്കറാണ്. ഇതിൽ ഇറ്റ്സ് ലൈക്ക് എ മിനി കറിയോക്കി മെഷീൻ പോലെ പറയാം. ബട്ട് ഇറ്റ് സെർവ്സ് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. സോ ഇത് ബ്ലൂടൂത്ത് ട്രാക്ക് ഇടാം, ഒരു എക്സ്റ്റേണൽ മൈക്രോഫോൺ കണക്ട് ചെയ്യാം. ഇതിനകത്ത് തന്നെ ചെറിയ EQ ഒക്കെ ഉണ്ട്. ഇതൊരു ചൈനീസ് പ്രോഡക്റ്റാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ആരും വാങ്ങിക്കരുത്. പക്ഷേ ഇതിനെ ഇങ്ങനെ ഒരു എമർജൻസി കേസിൽ ഈ ലോക്കൽ ഡൊമസ്റ്റിക് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ, ഇൻ്റർനാഷണൽ ട്രാവൽ ഞാൻ നാട്ടിലൊക്കെ പോകുമ്പോൾ ഇത് കൊണ്ടുപോയിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് കൺവീനിയൻറ്റ്. നമുക്ക് ഇതിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് മൈക്രോഫോണും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു വീട്ടിനകത്തൊക്കെ ഒരു പെർഫോമൻസ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇൻ റീപ്ലേസ്മെൻറ്റ് ടു ദിസ് ബ്ലൂടൂത്ത് സ്പീക്കർ, ദ ഡിഫറൻസ് ഇസ് നോ ഡിഫറൻസ് ഫ്രം സൂം പെർസ്പെക്റ്റീവ്. നമ്മളൊരു ആസ് എ സിംഗർ നമുക്ക് എല്ലാം ബാലൻസ്ഡ് ആണോ, നമ്മുടെ വോയിസ് കുറച്ചുകൂടെ ഇതിൽ കുറച്ച് എഫക്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ വോയിസ് കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും. എന്നിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ടാണ് സൂം കിട്ടുന്നത്. ആസ് ഫാർ as സൂം ഇസ് കൺസേൺഡ്, ഇറ്റ്സ് പിക്കിംഗ് അപ്പ് ദ ഓഡിയോ ഫ്രം ദ ആംബിയൻറ്റ് സൗണ്ട്. അപ്പോൾ ആംബിയൻറ്റ് സൗണ്ടിൽ നിന്ന് പിക്ക് ചെയ്യുന്ന സൗണ്ട് ക്വാളിറ്റി ഈസ് നെവർ കമ്പയറബിൾ ടു ഡിജിറ്റൽ ഓഡിയോ. ഫസ്റ്റ് സെറ്റപ്പിൽ കാണിച്ചതാണ് ഡിജിറ്റൽ ഓഡിയോ which is coming from the mixer. So digital audio and ambient audio are totally രണ്ട് ധ്രുവങ്ങളാണ്. നമുക്കതിനെ കമ്പയർ ചെയ്യാനേ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ചൈനീസ് കരയോക്കി എന്ന് പറഞ്ഞത്, അതിന് ഡിജിറ്റൽ ഔട്ട് ഉണ്ടോ? അവിടുന്ന് നേരിട്ട് നമുക്ക് സൂം കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കാൻ ഒക്കുമോ? ഇല്ല, ഇതിന് ഡിജിറ്റൽ ഔട്ട് ഇല്ല. ഇതിന് ആക്ച്വലി ഓഡിയോ ഒരു ഓഡിയോ ഔട്ട് എന്ന് പറഞ്ഞ് ഈ ഒരു എന്താ പറഞ്ഞ 3.5 mm ഔട്ടുണ്ട്. അങ്ങനെ നടക്കില്ല അല്ലേ? അതിന് കൊടുക്കാൻ പറ്റും, പക്ഷെ 2-3 അഡാപ്റ്റേഴ്സ് ഒക്കെ വേണം. പക്ഷെ അത് വരുന്ന ചെയ്യാൻ പറ്റും. പക്ഷെ ഈ പറഞ്ഞ നമ്മൾ ആ ഒരു ഡിപ്പെൻസ് ഓൺ വെയർ വി വോണ്ട് ടു ഇൻവെസ്റ്റ്, റൈറ്റ്? അപ്പൊ അതിന് 2-3 കേബിളൊക്കെ വാങ്ങിച്ച് അതിനെ ബ്രിഡ്ജ് ചെയ്തിട്ട് ക്വാളിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കുമല്ലോ. ഈ ആംബിയന്റിൽ എടുക്കുന്നതിനേക്കാളും should be far better, no? If you can connect, far better ആയിരിക്കും. സോ ഈ ഒരു 3 point maybe സൊല്യൂഷൻ ആണത്. അതെ, 3.5 mm ടു USB അഡാപ്റ്റർ നോക്കണം. അപ്പോൾ 3.5 mm ഒരു സൈഡിലും ലൈക്ക് ഇതാണ് 3.5 mm. സോ ഇതാണ് ഫ്രം ഹിയർ കൺവേർഷൻ ടു ദിസ് വൺ. സോ ഈ ഒരു അഡാപ്റ്റർ ഉണ്ടെങ്കിൽ മേ ബി കാണുമായിരിക്കും. ഇപ്പോൾ ലൈക്ക് എല്ലാം കൺവേർട്ടേഴ്സും ഉണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ ഈ സ്പീക്കറിൻ്റെ ഔട്ടിനെ എടുത്തിട്ട് നമുക്ക് ലാപ്ടോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ സൂം വിൽ കൺസിഡർ ദാറ്റ് ആസ് എ മിക്സർ. അപ്പോൾ അതിൽ നമുക്ക് പാടുക, അത് റെൻഡർ ചെയ്യുക. സോ അങ്ങനെ ദ ഗോൾ ഇസ് നമുക്ക് സൂമിലേക്ക് ആസ് മച്ച് ആസ് USB വഴി നമുക്ക് ഓഡിയോ ഇൻപുട്ട് കൊണ്ടുവരുന്നതാണ് നമ്മുടെ ഒരു സൗണ്ട് ക്വാളിറ്റിക്ക് ഒരു ബെസ്റ്റ് സൊല്യൂഷൻ. അപ്പോൾ ആ സ്പീക്കർ കേൾക്കുമായിരിക്കുമല്ലോ അല്ലേ? ദാറ്റ് ടൈം സ്പീക്കർ വിൽ ബി ഓഡിബിൾ ടു അല്ലേ? അതെ. സോ അത് നോക്കണം. സൂം വിൽ നോട്ട് ടേക്ക് ഇറ്റ്. ഓക്കേ. ഇല്ല. സോ ഇൻ ദാറ്റ് കേസ് സ്പീക്കർ വിൽ നോട്ട് ബി ഓഡിബിൾ ഔട്ട്സൈഡ്. സ്പീക്കറിന്റെ ഓഡിയോ ഔട്ട് നമ്മൾ ഓൾറെഡി സൂമിലേക്ക് കൊടുക്കുകയാണെങ്കിൽ, ഡിജിറ്റൽ കൊടുക്കുകയാണെങ്കിൽ, നമുക്ക് ഈ സ്പീക്കറിന്റെ എന്താ ഇത് മെയിൻ ഡയഫ്രത്തിൽ കൂടെ യു വിൽ നോട്ട് ഹിയർ എനി സൗണ്ട്. എക്സാക്ട്ലി. സോ അപ്പൊ നമ്മൾ ഇയർഫോൺ വെച്ചിട്ട് വേണം നമ്മുടെ ഫുൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്. So good. So you got it. I am a very beginner stage ആണ്. ഇല്ല അജയ് ഇല്ല അജയ് അല്ലേ? അജയനോട് സംസാരിച്ചിട്ടുണ്ട്. അജയ് ഭയങ്കര പാഷനേറ്റ് ആണ്. purchased all the items, but I am yet to commission it. ഓക്കെ, നമ്മൾ കേബിളിനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചില്ല. Okay, all the things I have purchased. Now system is there. Now I will, based on this, now I could not go in during the initial part. Now I think I will get a recording. I will go through that. I will establish. Then in case of a doubt, I will come back. It's very informative. Okay, thank you.
സുനിൽജി, രാകേഷാണ്. ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഞാനും ഈ പറഞ്ഞ പോലെ സെറ്റപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, മിക്സറും എല്ലാ കാര്യങ്ങളും. ഓക്കെ, പക്ഷെ എനിക്ക് തോന്നുന്നു കുറെ പേർക്ക് ഡൗട്ട് ഇത്രയും നമ്മള് ചെയ്യണോ, ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ള ആ ഒരു സംശയം എന്തായാലും സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതില് ലാപ്ടോപ്പ് എന്നുള്ളത് എല്ലാവരുടെ കയ്യിലും കാണും. ലാപ്ടോപ്പും ഫോണും എന്തായാലും എല്ലാവരുടെ കയ്യിലും കാണും. അപ്പൊ നമുക്ക് ആ ബെയർ മിനിമം 2 ഇൻപുട്ടുള്ള ഒരു മിക്സർ വിത്ത് എഫക്ട്സ്, പിന്നെ ഒരു മൈക്കും മാത്രം മതിയല്ലോ ഈ ഒരു ഗുഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ഡിജിറ്റൽ ഓഡിയോ ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട്, അല്ലേ? മതി. ആ മിക്സറിൽ ഡിജിറ്റൽ ഔട്ട് ഉണ്ടോ എന്ന് നോക്കണം. ഡിജിറ്റൽ ഔട്ട് ആണെങ്കിൽ ഞാനിപ്പോ ആക്ച്വലി ഞാനത് 1-2 പേർക്ക് ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരത് വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ലിങ്ക് ഞാനിപ്പോ ഈ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അത് ഓക്കെ ആണെങ്കിൽ എനിക്കൊന്ന് അത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് തോന്നുന്നു. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക്, പക്ഷെ സിംഗിങ് സീരിയസ് ആയിട്ട് എടുത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണെന്ന് തോന്നുന്നു. അപ്പൊ അതൊന്ന് നോക്കിയിട്ട് ഒന്ന് ഒരു കമന്റ് ഇട്ടാൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും എല്ലാവർക്കും. ഓക്കെ, ഐ തിങ്ക് ദാറ്റ്സ് ഗുഡ്. കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പേഴ്സണലി ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു റിയാലിറ്റി അറിയുന്നത്. സോ താങ്ക്സ് ഫോർ ഷെയറിങ്. അപ്പോൾ അത് നോക്കിയിട്ട് പറയാം. question, right? But same laptop you can use it for karaoke also, right? But separate laptop in ashram. ഇല്ല, ഞാൻ ആദ്യം കാണിച്ച ഒരു വേർഷൻ, വൺ ഓഫ് ദ വേർഷൻസ് ദാറ്റ് ഐ ഷോഡ്, ഐ പ്ലേഡ് ദ ട്രാക്ക് ഫ്രം മൈ ഓൺ സൂം ഉള്ള ലാപ്ടോപ്പിലാണ് പ്ലേ ചെയ്തത്. പക്ഷേ അതിൻ്റെ ഒരു ചാലഞ്ച് നിങ്ങൾ കണ്ടില്ലായിരുന്നു. നമ്മൾ വോക്കല് റോ വോക്കലാണ് വരുന്നത്. പിന്നെ അത് ബിഫോർ ദ ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ മിക്സറിൽ കൂടെ തന്നെ സെക്കൻഡ് ചാനൽ, മിക്സറിന്റെ സെക്കൻഡ് ചാനലിൽ കൊടുത്തത് സെക്കൻഡ് ലാപ്ടോപ്പിൽ നിന്ന് പ്ലേ ചെയ്യാതെ യു ക്യാൻ ഡു സെയിം ലാപ്ടോപ്പ് ടു ഡു ദ കരോക്കെ ഓൾസോ. ഇല്ല, അത് ടു വേ ഇല്ല. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് പോസിബിൾ. കാരണം നമുക്ക് ഓഡിയോ കണക്ഷൻ ടു വേ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, ഈ നമ്മുടെ ലാപ്ടോപ്പിന് ഓഡിയോ ഔട്ട് എന്ന് പറയുന്നത് നമുക്ക് 2 ചാനൽ എടുക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് നമ്മൾ ഒരു ഓഡിയോ ഇൻ ഔട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ സൂമിന് വേണ്ടി യൂസ് ചെയ്യുവാണെങ്കിൽ എന്താ പറഞ്ഞ, നമുക്ക് വേറെ ഒരു ഔട്ട്പുട്ട് എടുക്കാൻ പറ്റില്ല അതിൽ നിന്ന്. സോ ഇറ്റ്സ് ഓൾറെഡി സ്ട്രീം ത്രൂ 1 ചാനൽ. അപ്പോൾ 2 ചാനൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ കേബിൾ ഇല്ലേ, മറ്റേ സെക്കൻഡ് ലാപ്ടോപ്പിൽ നിന്ന് എടുത്ത് മിക്സറിൽ കൊടുത്ത കേബിൾ, ഇസ് ഇറ്റ് സ്റ്റീരിയോ ഔട്ട്പുട്ട്? ലൈക്ക് 2 വയറുണ്ട്, അത് 2 വയറും 2. അതെ, അത് RCA കേബിൾ ആണ്. വൺ സൈഡ് ഓൺലി ഹെഡ്ഫോൺ ജാക്ക്, മറ്റേ സൈഡ് ഇതാണ്. ലാപ്ടോപ്പിൽ അതന്നെ, അതർ സൈഡ് ഇസ് ലൈക്ക് ഓൺലി ഹെഡ്ഫോൺ ജാക്ക്, റൈറ്റ്? അതെ, സോ ഇത് ഓക്കെ. സോ അത് നമ്മുടെ മിക്സറിന്റെ ഡയറക്റ്റ് കണക്ഷൻ ആണ്. സോ മിക്സറിന്റെ ഇൻപുട്ട് അഗൈൻ ദാറ്റ്സ് അഗൈൻ അനദർ മിക്സർ സെറ്റിംഗ്. മിക്സറിന് ഈ ഒരു ഇൻപുട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റൂ. എൻ്റെ മിക്സറിന് ആ ഇൻപുട്ട് ഇല്ല. സോ വാട്ട് ഐ ഡിഡ് വാസ്, മിക്സറിന് യൂഷ്വലി ഇങ്ങനത്തെ കേബിൾസ് ആണ്. ഇത് 1/4 ഇഞ്ചാണിത്. ഇത് 1/4 ഇഞ്ച് ജാക്കാണിത്. സോ ഈ 1/4 ഇഞ്ചിന്റെ അഡാപ്റ്റർ ഉണ്ട്. സോ വിച്ച് ഇസ് 3.5 അല്ല RCA to 1/4 ഇഞ്ച് അഡാപ്റ്ററാണിത്. സോ ഈ ഒരു അഡാപ്റ്ററാണ് ഞാൻ ഇതിൽ 2 വാങ്ങിച്ചിട്ട് ഐ ആം കൺവേർട്ടിങ് ദിസ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഫിറ്റ് ഇൻ ടു മൈ മിക്സർ പോർട്ട്. സോ അങ്ങനെയാണ് അത് കൺവേർട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ മിക്സറിൻ്റെ കോൺഫിഗറേഷൻ അനുസരിച്ച് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേബിൾ യൂസ് ചെയ്യാം. സോ ഇൻ കേസ് നമ്മുടെ ഇഫ് യു വോണ്ട് ടു ഡയറക്ട്ലി കണക്ട് ടു അങ്ങനെ, സോ ഈ സ്പ്ലിറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, സോ ഇപ്പോൾ ലൈക്ക് ഇഫ് യു വാണ്ട് ടു ഡിവൈഡ് between 2 devices, again, you know what, I don't want to complicate you with so many things. അതെ, സോ ഓഡിയോ മിക്സറിൽ കണക്ട് ചെയ്യുന്നത്, മിക്സറിൽ എന്താ പോർട്ട് ഉള്ളതെന്നനുസരിച്ച് അതിനനുസരിച്ചുള്ള നമ്മൾ കേബിൾ വാങ്ങിക്കുക. സോ
സോ മൂന്ന് ടൈപ്പ് കേബിൾസ് ആണ് എൻ്റെ അറിവിലുള്ളത്. 3.5 mm, അത് മെയിൽ ഫീമെയിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ദിസ് ഇസ് RCA, അതും ഇത് മെയിലാണ്. സോ ആൻഡ് ദിസ് ഇസ് ക്വാർട്ടർ-ഇഞ്ച് പോർട്ട്, ക്വാർട്ടർ-ഇഞ്ച് അഡാപ്റ്റർ, ക്വാർട്ടർ-ഇഞ്ച് ടു RCA ഫീമെയിൽ. സോ അപ്പോൾ നമുക്ക് വിഷ്വലൈസ് ചെയ്തിട്ട് നമ്മുടെ ലാപ്ടോപ്പിൽ എന്താ കണക്ട് ആവുന്ന വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യും. 3.5 to RCA is like one single tool available. അങ്ങനെയല്ലേ? 3.5 to RCA. A single cable. Okay. And also try not to get very long cables. കാരണം ഒരുപാട് ലോങ് കേബിൾസ് ആണെങ്കിൽ എന്താ പറഞ്ഞാൽ സൗണ്ട് ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ട്രൈ ടു ഗെറ്റ് ഒരു 3 feet, മാക്സിമം 6 feet. സോ ഇതിപ്പോൾ 3 feet കേബിളാണ്. സോ ഒരുപാട് ലോങ് എടുക്കരുത്. നമ്മൾ ചിലപ്പോൾ ലോങ് എടുത്താൽ ഒരുപാട് റീച്ച് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ലോങ് എടുത്തു കഴിഞ്ഞാൽ ടെക്നിക്കലി സൗണ്ട് ലോസ്, ആസ് സൗണ്ട് ട്രാവൽസ് ലോങ്ങർ ഡിസ്റ്റൻസ് ദർ വുഡ് ബി സൗണ്ട് ലീക്കേജ് ഉണ്ടാവും എന്നുള്ളൊരു തിയറി പഠിച്ചിട്ടുണ്ട്. സോ ആസ് എൻജിനീയേഴ്സ് വി പ്രോബ്ലി നോ ദാറ്റ്, റൈറ്റ്? അപ്പോൾ ഈ ചിലപ്പോൾ ഈ ലോ ക്വാളിറ്റി cables ഒക്കെ ആണെങ്കിൽ they will not invest so much in sound leakage proof cables. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും അവർ വലിയ കേബിൾ, ഒക്കെ 12 feet കേബിൾ അവൈലബിൾ ഫോർ $10 എന്നൊക്കെ പറഞ്ഞൊക്കെ വിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വാവ്. അപ്പോൾ പക്ഷേ അതിൽ സൗണ്ട് ലീക്കേജ് ഉണ്ടാവും. പക്ഷേ ഹൈ ക്വാളിറ്റി ബ്രാൻഡഡ് കമ്പനീസൊക്കെ ആകുമ്പോൾ ലോങ് കേബിൾസിനായാലും സൗണ്ട് ലീക്കേജ് കുറവായിരിക്കും. സോ നമ്മുടെ ഒരു പേർപ്പസിന് വാങ്ങിക്കുമ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു മിക്സർ ടു ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ, മിക്സർ ടു ഫോൺ എന്ന് പറയുമ്പോൾ ആ ഡിസ്റ്റൻസ് ഇസ് ലെസ് ദാൻ 6 feet. അപ്പോൾ ഒരു 3 to 6 feet ലെങ്ത് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. വേറെ എനി മോർ ക്വസ്റ്റ്യൻസ്? വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ഗായകൻ രാജേഷ് നായർ സ്ഥലത്തുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു പാട്ട് കേട്ടാൽ കൊള്ളാന്ന് വെച്ചൊരു ആഗ്രഹം. രാജേഷ് നായർ ഉണ്ടല്ലോ? അയ്യോ, ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. സോറി. രാജേഷിനൊക്കെ എന്ത് പ്രിപ്പറേഷൻ വേണം രാജേഷ്? എന്തായത്? ഞാൻ ഫോണിൽ വിളിച്ച് 1 to 1 പാടാം, ബാക്കി എല്ലാരും കൂടെ വിഷമിപ്പിക്കണ്ടല്ലോ. എല്ലാവർക്കും വേണം കേട്ടോ. സുനിൽജി, ആ താങ്കളുടെ മുമ്പിലിരിക്കുന്ന ചായയുടെ അരിപ്പ് പോലുള്ള സാധനത്തിനെ കുറിച്ച് പറഞ്ഞില്ല. അപ്പൊ അതാണ് ആദ്യം ഒരാൾ ചോദിച്ചത്, റോഡ് എന്താണെന്ന് ചോദിച്ച സാധനം. ഓക്കെ ഓൾറൈറ്റ്. ഇത് ആക്ച്വലി എൻ്റെ ഒരു ഫേവറേറ്റ്, ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് ഞാൻ പറയാം. സോ ദിസ് ഇസ് ഒരു കണ്ടൻസർ മൈക്കാണ്. ഇതിന്റെ നമ്പർ ഞാൻ മറന്നുപോയി. റോഡ് എന്റെ ഞാൻ എനിക്കൊന്ന് സൗണ്ട് ഫിൽറ്റർ ആണ്. സൗണ്ട് ഫിൽറ്ററിന്റെ ഇത് ആക്ച്വലി ഇത് പോപ്പ് ഫിൽറ്റർ എന്ന് പറയും. ഈ പോപ്പ് ഫിൽറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഈ പാട്ട് പാടുമ്പോൾ നമ്മൾ ഈ പാ സൗണ്ട് ഒക്കെ നമ്മൾ ഈ മൈക്ക് വളരെ ഇറ്റ്സ് നോട്ട് ഫ്രണ്ട്ലി വിത്ത് ദാറ്റ്. അപ്പോൾ ഈ പഴം തമിഴ് പാട്ടെന്നൊക്കെ ഇതില്ലാതെ പാടുമ്പോൾ ഈ പഴം തമിഴ് പാട്ട് ആ പാ സൗണ്ട്, ഈ പോപ്പ് സൗണ്ട് എന്ന് പറയും. അപ്പോൾ അതൊക്കെ നമ്മൾ റെക്കോർഡൊക്കെ ചെയ്യുമ്പോഴോ പെർഫോം ചെയ്യുമ്പോഴോ ഇങ്ങനെ തുപ്പുന്ന പോലൊക്കെ തോന്നും. അപ്പോൾ അതിനാണ് ഈ പോപ്പ് ഫിൽറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. എസ്പെഷ്യലി കണ്ടൻസർ മൈക്കിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ യൂഷ്വൽ ഡൈനമിക് മൈക്കിന് അതിൻ്റെ അത്ര ആവശ്യം വരില്ല, കാരണം ഇതിൻ്റെ പിക്കപ്പ് റേഞ്ച് കുറവാണ്. പക്ഷേ ഈ കണ്ടൻസർ മൈക്കിൻ്റെ പിക്കപ്പ് ഇസ് വെരി സെൻസിറ്റീവ്. ഇവിടെ ആക്ച്വലി ഞാനിപ്പോൾ ബേസ്മെൻറ്റിലാണുള്ളത്. ഇപ്പോൾ മേളിൽ ടാപ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇതിൽ കൂടെ പൈപ്പിലൊക്കെ പോകുന്ന സൗണ്ടൊക്കെ ഇത് പിടിച്ചെടുക്കും. അപ്പോൾ നമ്മൾ അറിയില്ല അത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള അത്ര സെൻസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പോപ്പ് സൗണ്ട്സ് എന്നൊക്കെ നമ്മുടെ റെക്കോർഡിങ്ങിൽ ഓബ്വിയസ് ആയിട്ട് കേൾക്കാണ്ടിരിക്കാനാണ് നമ്മൾ ഈ പോപ്പ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. സോ ഈ സ്റ്റുഡിയോ റെക്കോർഡിങ്ങിലൊക്കെ യു മൈറ്റ് ഹാവ് സീൻ ഇത് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ഇറ്റ്സ് എ മസ്റ്റ് ഫോർ കണ്ടൻസർ മൈക്ക്. പക്ഷേ റെഗുലർ ഡൈനമിക് മൈക്കിന് അതിൻ്റെ അത്ര ആവശ്യമില്ല. പക്ഷേ ഡൈനമിക് മൈക്കിനും യു വിൽ ഗെറ്റ് ഇങ്ങനത്തെ ഒരു കവർ കിട്ടും, ഒരു സ്പഞ്ചിൻ്റെ ഒരു കവർ പോലത്തെ. അപ്പോൾ അതാണ് അതിൻ്റെ പോപ്പ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. സോ അതാണ് പോപ്പ് ഫിൽറ്ററിൻ്റെ
ഉള്ള ഒരു അഡ്വാൻറ്റേജ്. ഒരു സംശയം ചോദിച്ചോട്ടെ, റെക്കോർഡ് ചെയ്യുന്ന പറഞ്ഞില്ലേ, അപ്പൊ ഈ റൂം സൗണ്ട് പ്രൂഫ് ഒക്കെ ചെയ്തേക്കാണോ? എങ്ങനെയാ റെക്കോർഡ് ചെയ്യുന്നത് സെറ്റപ്പ്? ബന്ധമുള്ളതല്ല. അല്ല, ഇതിപ്പോ റീസെന്റ് ഞാൻ എൻ്റെ ഒരു ബേസ്മെന്റിലെ ഒരു കോർണർ റൂമിനെ ഞാൻ സൗണ്ട് പ്രൂഫ് ആയിട്ട് ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ആക്കി എടുത്തതാണ്. അതൊരു കഴിഞ്ഞ സമ്മറിലെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഒരു റെക്കോർഡിംഗ് സെറ്റപ്പാണ്. ഫുൾ സൗണ്ട് ഡെഡ് പ്രൂഫ് അല്ല, സൗണ്ട് പ്രൂഫാണ്. ഇതെല്ലാം അക്വസ്റ്റിക് പാനൽസ് ആണ്. മേളിലും സീലിങ്ങിലും സൈഡ് വാൾസിലെല്ലാം അക്വസ്റ്റിക് പാനൽസ് ഒക്കെ വെച്ചിട്ട് ഒരു സെറ്റപ്പാണ്. സോ ഒരുപാട് സൗണ്ട് റീബൗണ്ട്സ് ഒന്നും ഒരുപാടാവില്ല. യൂഷ്വലി നമ്മുടെ വാൾസ് ഒക്കെ ഒരുപാട് സൗണ്ട് റീബൗണ്ട് ചെയ്യുന്നുണ്ട്. റെക്കോർഡിംഗ് ക്വാളിറ്റിയിൽ ഒരുപാട് നോയ്സ് ലെവൽസ് വരും. പക്ഷേ ഇങ്ങനത്തെ ഉള്ളൊരു ഇതുണ്ടെങ്കിൽ, പക്ഷേ ബെയർ മിനിമം നമുക്ക് ഈ യു വിൽ ഗെറ്റ് ഇങ്ങനത്തെ ഒരു കണ്ടൻസർ മൈക്ക് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ റെക്കോർഡിങ്. കാരണം നല്ല ക്ലീൻ സൗണ്ട് വരണമെങ്കിൽ കണ്ടൻസർ മൈക്കിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ യു വിൽ ഗെറ്റ് ഷീൽഡ് ദാറ്റ് ഗോസ് അറൗണ്ട് ദി കണ്ടൻസർ മൈക്ക്. അപ്പോൾ അത് ഒരു മിനിമം ഈ സൗണ്ട് പ്രൂഫ് ആക്കാനായിട്ട് ഒരു അക്വസ്റ്റിക്സ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നേരത്തേക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് അൺനെസസറി എക്കോയും നോയ്സും ഒക്കെ ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ക്ലീൻ റെക്കോർഡിങ് ചെയ്യുമ്പോൾ. നമ്മൾ കാഷ്വലേറ്റിങ്ങിൻ്റെ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ അതത്ര ഓബ്വിയസ് ആവില്ല. ഐ ഫെൽറ്റ് ദ നീഡ് വെൻ ഐ വാസ് ഡൂയിങ് സം പ്രൊഡക്ഷൻ. നാട്ടിലുള്ള ഒരു കുറേ ഡിവോഷണൽ ആൽബം പ്രൊഡക്ഷൻ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായത്. ഞാൻ സാറിന് റെക്കോർഡ് ചെയ്യുന്ന പോലെ റെക്കോർഡ് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവിടുത്തെ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു ഇതിലൊരുപാട് നോയ്സ് ഉണ്ടല്ലോ എന്നൊക്കെ. നമ്മളതൊക്കെ വെച്ച് സെലിബ്രേറ്റ് ചെയ്ത് ഒക്കെ കാലം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അപ്പോഴാണ് മനസ്സിലാവുന്നത്. സോ ഐ ഹാഡ് ടു കൈൻഡ് ഓഫ് യൂസ് സം ഓഫ് ദിസ് ടു സെറ്റ് ദറ്റ് അപ്പ്. സോ അല്ല, ഒരു റെക്കോർഡിംഗ് സെറ്റപ്പിന് ഇത് ഞാൻ കാണിച്ച സിസ്റ്റം ഇസ് ഗുഡ് ഇനഫ്. പിന്നെ നല്ല ക്വാളിറ്റി മൈക്ക് ആൻഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് സൗണ്ട് അക്വസ്റ്റിക്സ് വിൽ ആഡ് മേക്ക് എ ബിഗ് ഡിഫറൻസ്. Any other question? Right. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഇനി? ഇല്ലെങ്കിൽ എല്ലാവരും ഇനിയിപ്പം അടുത്ത നമ്മുടെ ലൈവ് വരുമ്പം എല്ലാവരും ഒരു ട്രൂ പ്രൊഫഷണലായിട്ടിരിക്കും എന്ന് ഞാൻ കരുതുന്നു. എനിവേ സുനിൽ, താങ്ക് യു വെരി മച്ച്. ലൈക്ക് യു എക്സ്പ്ലെയിൻ ഫ്രം ഹൈ എൻഡ്, ഐ വുഡ് സേ ഫോർ മീ ദാറ്റ്സ് ഹൈ എൻഡ്. ഓക്കെ, ഹൈ എൻഡ് ടു ദ നോർമൽ പീപ്പിൾ, even without the what's it called, a mixer you can perform. Most important is Zoom setup. You said it's almost 90% of the accuracy will be given by this setup. That's a great thing. അപ്പം ഇനി വരുന്ന കാലങ്ങളിൽ നമുക്ക് ഈ റെക്കോർഡിന് പകരം ലെറ്റ് us do kind of a live, so that we can interact well and then we can have a kind of നമ്മളൊരു വീട്ടിലുള്ള ഒരു ഇതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. വേറെ ഒന്നുമില്ലെങ്കിൽ ഐ വിൽ ലെറ്റ് us conclude here. ഐ വിൽ ഇത് ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ റെക്കോർഡിംഗ് അയച്ചു തരാം. ഒന്നുകിൽ ഞാൻ യൂട്യൂബിൽ ഓഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഷെയർഡ് ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ട് ഐ വിൽ ഷെയർ ദ ലിങ്ക് വിത്ത് യു. ഓക്കെ, Thank you very much. Yeah, thank you very much everybody. So thanks again. See you soon. Thanks a lot. Thank you all for joining. Appreciate the opportunity. Good luck. Thank you. We'll meet. Thank you.